ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ നടക്കുന്ന, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ജൂൺ 23 നടക്കുന്ന ഷിഫ്റ്റ് 1 നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. കോളേജിലെ മലയാളം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും മലയാളം എന്ന വിഷയത്തിൽ ഗവേഷണം JRF കൂടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, അല്ലെങ്കിൽ എന്താണ് JRF ടൈം പീരീഡ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് PhD യോഗ്യത വെച്ചിട്ട് എൻട്രൻസ് എഴുതി കയറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് UGC നെറ്റ് പരീക്ഷ എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ എക്സാം ഡേറ്റ് വന്നു, ജൂൺ 23 ആണ്. അപ്പൊ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഐപ്ലസിന്റെ നെറ്റ് മലയാളം മാരത്തൺ ജൂൺ 2 തീയതി നമ്മൾ ഓൾറെഡി ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിന്റെ ലിങ്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പൊ അടുത്ത ആഴ്ചയിലായിട്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ്സിന്റെ ലിങ്ക് കൂടി പാർട്ട് 2 എന്ന രീതിയിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ കഴിഞ്ഞ സെക്ഷനിലെ 63-64 ചോദ്യങ്ങളിലൂടെ യൂണിറ്റ് 1 മുതൽ 7 വരെയുള്ള യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7ാമത്തെ യൂണിറ്റിൽ വിവർത്തനം എന്നുള്ള ഒരു പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ UGC നെറ്റ് മലയാളം മാരത്തൺ ലൈവ് സെക്ഷന്റെ പാർട്ട് 2 ക്ലാസ്സിലെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതൾ 8, 9, 10 യൂണിറ്റുകളാണ്. റെഡി അല്ലേ? 15ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒപ്പം എഴുതിയെടുക്കാനും നല്ല രീതിയിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ട് ക്ലാസ്സിനെ സജീവമാകാനും നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. റെഡി അല്ലേ? തുടങ്ങല്ലേ നമുക്ക്? യെസ്. അപ്പൊ ഉത്തരം പറയാൻ ആരും യാതൊരു വിധത്തിലുള്ള മടിയും വിചാരിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മൾ ഇതൾ 7 മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ വരെ പറഞ്ഞു നിർത്തി. ഇതിൽ പറയാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് വിവർത്തനമായിരുന്നു. അപ്പൊ വിവർത്തനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഭാഷാശാസ്ത്രത്തിലേക്കും വ്യാകരണത്തിലേക്കും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിലേക്കും കേരള സംസ്കാരത്തിലേക്കും കടക്കാം. ഓക്കെ. അപ്പൊ വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതും ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്തിന്റെ വിവർത്തനങ്ങളാണ്. അപ്പോ റൂബായിയാത്ത് എന്ന് പറയുന്ന കൃതിക്ക്, അത് നമുക്കറിയാം, പേർഷ്യൻ കവിയാണ് ഒമർ ഖയ്യാം. ഒമർ ഖയ്യാമിന്റെ കൃതിയാണ് റൂബായിയാത്ത്. റൂബായിയാത്തിനെ മലയാളത്തിൽ വന്നിട്ടുള്ള വിവർത്തനങ്ങളാണ് ലിസ്റ്റ് 1 തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 എന്താണ് അത് എഴുതിയിട്ടുള്ള, വിവർത്തനം ചെയ്തിട്ടുള്ള വിവർത്തകരുടെ പേരും തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നോക്കിയേ: വിലാസലഹരി, രസികരസായനം, ജീവിതോത്സവം, മധുരോത്സവം. ധനലക്ഷ്മി ടീച്ചർ ഓപ്ഷൻ D പറയുന്നുണ്ട്, അതായത് ഓപ്ഷൻ 4. ലീല ടീച്ചർക്ക് 1 ഡൗട്ട് ആയിട്ട് നിൽക്കുന്നത്. വേഗായിക്കോട്ടെ. വിലാസലഹരി. മക്കളെ, വിലാസലഹരി ആരുടെ വിവർത്തനമാണ്? വിലാസലഹരി ജിയുടെ വിലാസം എന്ന് പഠിച്ചേക്കുക. ജി ശങ്കരക്കുറുപ്പിന്റേതാണ് വിലാസലഹരി എന്നുള്ളത്. അപ്പോ A3 എന്ന് നമുക്ക് കിട്ടി. വിലാസലഹരി ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിന്റേതാണ്. ഇനി ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്തിനെ രസിക രസായനം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയതാരാ? രസിക രസായനം. അപ്പൊ ആൻസർ 3 എന്ന് കേൾക്കുമ്പോൾ മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ആദ്യത്തെ 2 വെട്ടിക്കളയ, 1, 4 ആണ് നിൽക്കുന്നത്. രസിക രസായനം ആരുടേതാണ്? KM പണിക്കരുടേതാണ്. KM പണിക്കർ. B4 എന്ന് കിട്ടി. അപ്പോൾ തന്നെ ഓപ്ഷൻ 1 നമ്മൾ പോവുകയാണ്. നോക്കാം. രസിക രസായനം ആരുടേതാണ്? KM പണിക്കരുടേതാണ്. സർദാർ KM പണിക്കരുടേതാണ് ഏത്? രസിക രസായനം. ജീവിതോത്സവം ആരുടേതാണ്? ജീവിതോത്സവം KP അപ്പനല്ല, MP അപ്പന്റേതാണ് ജീവിതോത്സവം. ജീവിതോത്സവം ആരുടേതാണ്? യെസ്, റിഫാന പറഞ്ഞതുപോലെ അപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. MP അപ്പന്റേതാണ് ജീവിതോത്സവം. അടുത്തത് മധുരോത്സവമാണ്. മധുരോത്സവം എന്ന പേരിൽ വിവർത്തനം ചെയ്തതാരാണ്? ചങ്ങമ്പുഴയാണ് മധുരോത്സവം എന്ന പേരിൽ വിവർത്തനം ചെയ്തത്. അപ്പോൾ A3, B4, C1, D2 എന്നുള്ള ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇനി റൂബായിയാത്തിനെ ജീവിത രഹസ്യം എന്ന പേരിൽ വിവർത്തനം ചെയ്തതാരാ? ജീവിത രഹസ്യം അറിയാമോ? ജീവിത രഹസ്യം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയത് P ഗോവിന്ദമേനോനാണ്. P ഗോവിന്ദമേനോനാണ് ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്തിനെ ജീവിത രഹസ്യം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയത്. ജീവിത രഹസ്യം.
ഇനി ആനന്ദഗീത എന്ന പേരിൽ വിവർത്തനം ചെയ്തതാരാ? ആനന്ദഗീത എന്ന പേരിൽ വിവർത്തനം ചെയ്തതാരാ? ശാസ്തമംഗലം രാമകൃഷ്ണപിള്ളയാണ്. ശാസ്തമംഗലം, വെരി ഗുഡ്. ശാസ്തമംഗലം രാമകൃഷ്ണപിള്ള. ശാസ്തമംഗലം രാമകൃഷ്ണപിള്ളയാണ് ആനന്ദഗീത എന്ന പേരിലെ വിവർത്തനം ചെയ്തത്. കഴിഞ്ഞിട്ടില്ല. റൂബ ഇയാത്ത് എന്ന പേരിൽ തന്നെ 3ഓളം വിവർത്തനങ്ങൾ, 3-4 വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഒമർ ഖയ്യാമിന്റെ റൂബ ഇയാത്തിനെ അതേ പേരിൽ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് തിരുനെല്ലൂർ കരുണാകരനാണ്. തിരുനെല്ലൂർ കരുണാകരൻ എന്റെ പേരിലെ റൂബ ഇയാത്ത് എന്ന പേരിലെ ഉമ്മർ തറമേൽ ഇതേ പേരിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഉമ്മർ തലമേർ. കെ ജയകുമാർ. ഈ 3 പേരും റൂബ ഇയാത്തിനെ അതേ പേരിൽ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? തിരുനെല്ലൂർ കരുണാകരൻ, കെ ജയകുമാർ, ഉമ്മർ തറമേൽ. ഓക്കെ ആണോ? യെസ്. രാഘവമേനോൻ, മാധവമേനോൻ റിഫാന ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവർത്തനം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് തിരുനെല്ലൂർ കരുണാകരനും ഉമ്മർ തറമേലും കെ ജയകുമാറും റൂബ ഇയാത്തിനെ അതേ പേരിൽ തന്നെ വിവർത്തനം ചെയ്തിട്ടുള്ളവരാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മയൂര സന്ദേശത്തെ പീകോക്ക് മെസഞ്ചർ എന്ന പേരിൽ വിവർത്തനം ചെയ്തതാരാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാ? ഉള്ളൂരാണ്. പീകോക്ക് മെസഞ്ചർ എന്ന പേരില് ഉള്ളൂർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലൈറ്റ് ഓഫ് ഏഷ്യ ആരുടേതാണ്? അർണോൾഡിന്റെ കൃതി. എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യക്ക് പൗരസ്ത്യ ദീപം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയതാരാ? പൗരസ്ത്യ ദീപം എന്ന പേരിൽ ലൈറ്റ് ഓഫ് ഏഷ്യ വിവർത്തനം ചെയ്തത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ് ലൈറ്റ് ഓഫ് ഏഷ്യ വിവർത്തനം ചെയ്തിട്ടുള്ളത്, പൗരസ്ത്യ ദീപം എന്ന പേരിലെ. ഇനി കുമാരനാശാന്റെ വിവർത്തനം ഉണ്ടല്ലോ. കുമാരനാശാന്റെ ദാൽവൻ സാർ കുമാരനാശാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാന്റെ വിവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പൗരസ്ത്യ ദീപം. കുമാരനാശാൻ ഏത് പേരിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്? പൗരസ്ത്യ ദീപം എന്ന പേരിലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. വിവർത്തനം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ അല്ലേ? ലൈറ്റ് ഓഫ് ഏഷ്യക്ക് പൗരസ്ത്യ ദീപം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. കുമാരനാശാന്റെ വിവർത്തനത്തിന്റെ പേരെന്താണ്? കുമാരനാശാന്റെ വിവർത്തനത്തിന്റെ പേര് ശ്രീബുദ്ധ ചരിതം എന്നാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഉള്ളൂരിന്റെ ഉമാകേരളത്തിന് രാജനന്ദിനി എന്ന പേരിൽ ഗദ്യ പരിഭാഷ തയ്യാറാക്കിയതാരാ? ഉള്ളൂരിന്റെ ഉമാകേരളത്തിനെ രാജനന്ദിനി എന്ന പേരിലെ ഗദ്യ പരിഭാഷ തയ്യാറാക്കിയതാരാ? ഉള്ളൂരിന്റെ ഉമാകേരളം രാജനന്ദിനി എന്ന പേരിലെ ഗദ്യ പരിഭാഷ തയ്യാറാക്കിയത് ആര്? എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പറഞ്ഞേ ആരാണെന്ന് അറിയാമോ? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ് ഉള്ളൂരിന്റെ ഉമാകേരളത്തിനെ രാജനന്ദിനി എന്ന പേരിലെ ഗദ്യ പരിഭാഷ തയ്യാറാക്കിയത്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഇനി 1925 ഇറങ്ങിയ ഒരു പ്രസിദ്ധ കൃതിയുടെ വിവർത്തനത്തിന്റെ 100ാം വാർഷികം 2025 നമ്മൾ ആചരിച്ചു. ഏതാണ് ആ കൃതി? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയതാണ്. അതുകൊണ്ടാണ് അങ്ങനെ എന്നെ അടുത്ത് ചോദിക്കുന്നത്. ഏതാണ് ആ കൃതി? ഒരു പ്രസിദ്ധമായ കൃതിയുടെ വിവർത്തനം നമ്മൾ പഠിച്ചു. ഏതാണ് ആ കൃതി? യെസ്, വിക്ടർ യൂഗോവിന്റെ പാവങ്ങളുടെ വിവർത്തനം ആരാണ് നടത്തിയത്? നാലപ്പാട്ട് നാരായണ മേനോനാണ് നടത്തിയത്. വിക്ടർ യൂഗോവിന്റെ പാവങ്ങൾ വിവർത്തനം ചെയ്തത്. ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് ഇവയെല്ലാം തന്നെ. ഓക്കെ ആണോ? ഇനി പ്രസിദ്ധമായിട്ടുള്ള നോവലുകളുടെ വിവർത്തനം എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് സമകാലികമായിട്ടുള്ള നോവലുകളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഏതൊക്കെ നോവലുകളാണ് അങ്ങനെ നോക്കി വെക്കേണ്ടതായിട്ടുള്ളത്? വിവർത്തനം എന്ന മേഖലയിലെ? നോവലുകൾ ഏതൊക്കെയാണ്? 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 നോവ
വിവർത്തനം എന്ന മേഖലയിൽ, അതായത് സമകാലികമായിട്ട് വന്നിട്ടുള്ള നോവലുകളുടെ വിവർത്തനം എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ദുലേഖ വിവർത്തനം ചെയ്തത് അവരാരൊക്കെയാ? ഇന്ദുലേഖ വിവർത്തനം ഇംഗ്ലീഷിലേക്ക് ഇന്ദുലേഖ വിവർത്തനം ചെയ്തത് ആരൊക്കെയാ? വിവർത്തനം എന്നുള്ള ഭാഗം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട വിവർത്തനങ്ങൾ. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാ? വിവർത്തനം. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാ മക്കളെ? പറഞ്ഞേ. എന്താണ്? ലീലാവതി ടീച്ചറോ? ഡ്യൂമർഗ് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂമർഗ് വിവർത്തനം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പിന്നെ ഓക്കെ, ഡ്യൂമർഗിന്റെ പേര് എല്ലാവരും പറയുന്നുണ്ട്, അത് ഞാൻ ശരിയാണ്. ഡ്യൂമർഗ് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂമർഗ് മാത്രല്ല, പിന്നെയും വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ആ വിവർത്തനങ്ങളൊക്കെ ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഡ്യൂമർഗ് മാത്രമല്ല വിവർത്തനം ചെയ്തിട്ടുള്ളത്, പിന്നെയും വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അറിയാവോ ഇന്ദുലേഖയ്ക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിവർത്തനങ്ങൾ? ഇന്ദുലേഖയ്ക്ക് വന്നിട്ടുള്ള വിവർത്തനങ്ങള് ഞാനെന്താ പറയാത്തെ? ലീലാവതി ടീച്ചർ അല്ല കേട്ടോ, ലീലാവതി അല്ലേ, അനിൽ ദേവസ്യ ചെയ്തിട്ടുണ്ട്. സോറി, അനിത ദേവസ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ ലീലാവതി ടീച്ചർ അല്ല, ലീല എന്ന പേരില്ലേ, ലീലാദേവിയോ മറ്റോ ആണ്. യെസ്, അനിത ദേവസ്യ ചെയ്തിട്ടുണ്ട്. യെസ്. ഇനി മറ്റൊരു ചോദ്യം, ബാല്യകാലസഖി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാ? ബാല്യകാലസഖി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാ? ബാല്യകാലസഖി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണെന്നറിയോ? ബാല്യകാലസഖി നോക്കൂ, R.E. ആഷർ എന്നുള്ള പേര് നോക്കണം. R.E. ആഷർ. R.E. ആഷറിന്റെ വിവർത്തനങ്ങൾ ഒന്ന് പാത്തുമ്മയുടെ ആട് വിവർത്തനം ചെയ്തു, പാത്തുമാസ് ഗോട്ട് എന്ന പേരിലെ. തോട്ടിയുടെ മകൻ വിവർത്തനം ചെയ്തത് R.E. ആഷറാണ്. ബാല്യകാലസഖി വിവർത്തനം ചെയ്തിട്ടുണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന പേരിലെ. പിന്നെ ഇൻഡു പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, നീ ഗ്രാൻഡ് ആഡ് ആൻ എലിഫന്റ് എന്ന പേരിലെ R.E. ആഷർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കണം. തോട്ടിയുടെ മകൻ സ്കാവഞ്ചേഴ്സ് സൺ എന്ന പേരിൽ R.E. ആഷറാണ് വിവർത്തനം ചെയ്തത്. ഓക്കെ. T.D. രാമകൃഷ്ണന്റെ ആൽഫ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? T.D. രാമകൃഷ്ണന്റെ ആൽഫ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രിയ കെ നായരാണ്. T.D. രാമകൃഷ്ണന്റെ ആൽഫ വിവർത്തനം ചെയ്തത് പ്രിയ കെ നായരാണ്. ഇനി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയും ഫ്രാൻസിസ് ഇട്ടിക്കോരയും വിവർത്തനം ചെയ്തതും പ്രിയ കെ നായരാണ്. T.D. രാമകൃഷ്ണന്റെ നോവലുകളായ ആൽഫ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ഫ്രാൻസിസ് ഇട്ടിക്കോര, ഇത് മൂന്നും ആരാണ് വിവർത്തനം ചെയ്തത്? യെസ്, പ്രിയ കെ നായർ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയതാണ്, അതാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, പ്രിയ കെ നായർ. ഇനി അടുത്തത് നോവലുകളിൽ തന്നെ ഇമ്പോർട്ടന്റ് ബെന്യാമിന്റെ ആടുജീവിതം. ജോസഫ് കോയിപ്പള്ളി, ശ്രദ്ധിക്കണം, ജോസഫ് കോയിപ്പള്ളി. ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ വിവർത്തനം ആരാണ്? ജോസഫ് കോയിപ്പള്ളിയാണ്. ഗോട്ട് ഡേയ്സ് എന്ന പേരിലെ. ഓക്കെ. മഞ്ഞവെയിൽ മരണങ്ങൾ, സജീവ് കുമാരപ്പുറം. മഞ്ഞവെയിൽ മരണങ്ങൾ. ഓക്കെ. പിന്നെ മറ്റു രണ്ട് നോവലുകളുണ്ട്, അത് ഷഹനാസ് ഹബീബ്. ഒന്ന് മുല്ലപ്പൂ നിറമുള്ള പകലുകളും അല്ലറേബ്യൻ നോവൽ ഫാക്ടറിയും. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അല്ലറേബ്യൻ നോവൽ ഫാക്ടറി ഷഹനാസ് ഹബീബിന്റെ വിവർത്തനമാണ്. ഓക്കെ. K.R. മീരയുടെ ആരാച്ചാർ വിവർത്തനം ചെയ്തതാരാ? K.R. മീരയുടെ ആരാച്ചാർ എപ്പോഴും ചോദിക്കുന്നതാണ്. K.R. മീരയുടെ ആരാച്ചാർ വിവർത്തനം ചെയ്തത് ജയദേവിക. ജയദേവിക ഹാങ് വുമൺ എന്ന പേരിലെ. ഓക്കെ. ഖബർ വിവർത്തനം ചെയ്തതാരാ? ഖബർ വിവർത്തനം നിഷ സൂസന്റേതാണ് ഖബർ വിവർത്തനം. ഖബർ എന്നുള്ള വിവർത്തനം. മീരാസാധു നേത്രോന്മീലനം. മീരാസാധുവും നേത്രോന്മീലനവും ആരാണ്? മിനിസ്തി എസ്. K.R. മീരയുടെ നോവലുകളിലെ മിനിസ്തി എസ്.
മിനിസ്റ്റിയസ്. ഇത് സമകാലികമായിട്ട് എപ്പോഴും ചോദിക്കുന്നതായതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് ഇടയ്ക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ദുലേഖ ആരൊക്കെയായിരുന്നു? എഫ് ഡ്യൂമർഗ്, ആർ ലീലാദേവി, അനിത ദേവസ്യ. ഇന്ദുലേഖ നോവലെ എഫ് ഡ്യൂമർഗ്, ആർ ലീലാദേവി, അനിത ദേവസ്യ വിവർത്തനം ചെയ്തിട്ടുണ്ട്. നാട്യശാസ്ത്രം വിവർത്തനം ചെയ്തതാരാ? KP നാരായണ പിഷാരടിയാണ്. നാട്യശാസ്ത്രം വിവർത്തനം ചെയ്തത് KP നാരായണ പിഷാരടിയാണ്. നാട്യശാസ്ത്രം വിവർത്തനം ചെയ്തത് KP നാരായണ പിഷാരടിയാണ്. ഓക്കെ അല്ലേ? ഇനി മീശ, എസ് ഹരീഷിന്റെ മീശ വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിൽ. ജയശ്രീ കളത്തിൽ മീശ വിവർത്തനം. മീശ വിവർത്തനം ആരുടേതാണ്? ജയശ്രീ കളത്തിലിന്റേതാണ്. ഓക്കെ അല്ലേ? ഇനി CV രാമൻ പിള്ളയുടെ രാമരാജ ബഹദൂർ വിവർത്തനം. CV രാമൻ പിള്ളയുടെ രാമരാജ ബഹദൂർ. പ്രേമ ജയകുമാർ. പ്രേമ ജയകുമാർ. അതുപോലെ തന്നെ M മുകുന്ദന്റെ ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു. പ്രേമ ജയകുമാറിന്റെ വിവർത്തനാണ് ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു, രാമരാജ ബഹദൂർ. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് ഫാത്തിമ EVയുടെ വിവർത്തനം. മനുഷ്യനൊരാമുഖം. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം വിവർത്തനം ചെയ്തത് ഫാത്തിമ EV ആണ്. ഫാത്തിമ EV. ഇതൊക്കെ എപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി വിവർത്തന ചിന്തകൾ എന്നുള്ള കൃതി എഴുതിയതാരാ? വിവർത്തന ചിന്തകൾ VR പ്രബോധചന്ദ്രൻ നായരുടേതാണ്. വിവർത്തന ചിന്തകൾ. വിവർത്തന വിചാരമാരുടേതാണ്? വിവർത്തന ചിന്തകൾ VR പ്രബോധചന്ദ്രൻ നായർ. വിവർത്തന വിചാരമാരുടേതാണ്? NE വിശ്വനാഥ് അയ്യർ. NE വിശ്വനാഥ് അയ്യർ. NE വിശ്വനാഥ് അയ്യർ. തർജ്ജമയുടെ താക്കോൽ ആരുടേതാ? തർജ്ജമയുടെ താക്കോൽ CV വാസുദേവ ഭട്ടതിരിയുടേതാണ്. തർജ്ജമയുടെ താക്കോൽ ആരുടേതാണ്? CV വാസുദേവ ഭട്ടതിരിയുടേതാണ്. CV വാസുദേവ ഭട്ടതിരിയുടേതാണ് തർജ്ജമയുടെ താക്കോൽ എന്നുള്ളത്. തർജ്ജമയുടെ താക്കോൽ. ഇനി ഉദ്ദാലക ചരിതം എന്ന പേരിൽ ഒഥല്ലോ വിവർത്തനം ചെയ്തതാരാ? ഉദ്ദാലക ചരിതം എന്ന പേരിൽ ഒഥല്ലോ വിവർത്തനം ചെയ്തത് AR രാജരാജവർമ്മ. വെരി ഗുഡ്. AR രാജരാജവർമ്മയാണ് ഉദ്ദാലക ചരിതം. മഹാഭാരതത്തിന് ആദ്യമായിട്ട് വൃത്താനുവൃത്ത പരിഭാഷ തയ്യാറാക്കിയതാരാ? മഹാഭാരതത്തിന് ആദ്യമായിട്ട് വൃത്താനുവൃത്ത പരിഭാഷ കേരളവ്യാസൻ. കേരളവ്യാസൻ. കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. കൊടു എന്ന് മാത്രം പറയല്ലേ ചോദിപ്പിച്ചത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ അല്ലേ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നമുക്ക് ശാകുന്തള വിവർത്തനമൊക്കെ നമുക്ക് പിടിക്കാനുണ്ട് കേട്ടോ. ജാനകി പരിണയം. ജാനകി പരിണയത്തിനുണ്ടായ വിവർത്തനം ചാത്തുക്കുട്ടി മന്നാടിയാർ. ജാനകി പരിണയത്തിനുണ്ടായ വിവർത്തനം ചാത്തുക്കുട്ടി മന്നാടിയാർ. മുല്ലക്കൽ ഭവനം. ഇബ്സന്റെ റോസ്മർ ഷോമിനെ മലയാളത്തിലുണ്ടായ ആദ്യ വിവർത്തനമാണ് മുല്ലക്കൽ ഭവനം. ആരുടേതായിരുന്നു അത്? മുല്ലക്കൽ ഭവനം C നാരായണപിള്ളയുടെ മുല്ലക്കൽ ഭവനം. യെസ്. ഇബ്സൻ നാടകം. കേരളത്തിലെ ഇബ്സൻ നാടകത്തിനുള്ള വിവർത്തനം. ഗോസ്റ്റ് എന്ന പേരിൽ വിവർത്തനം ചെയ്തതാരാ? ഇബ്സന്റെ ഗോസ്റ്റ് വിവർത്തനം ചെയ്തതാരാ? ഇബ്സന്റെ ഗോസ്റ്റ്. CJ തോമസ് ഇബ്സന്റെ ഗോസ്റ്റ് വിവർത്തനം ചെയ്തപ്പോൾ അതിന് ഭൂതം എന്നാണ് പേര് നൽകിയത്. CJ ഭൂതം എന്നാണ് പേര് നൽകിയത്. അഭിജ്ഞാന ശാകുന്തളത്തിനെ കേരളവർമ്മ കേരള ഭാഷ ശാകുന്തളം എന്ന പേരിൽ ആദ്യം വിവർത്തനം ചെയ്തു. രണ്ടാമത് വിവർത്തനം ചെയ്തപ്പോൾ അതിന് എന്ത് പേരാ കൊടുത്തേ? രണ്ടാമത് വിവർത്തനം ചെയ്തപ്പോൾ അതിന് എന്ത് പേരാ കൊടുത്തേ? രണ്ടാമത് വിവർത്തനം ചെയ്തപ്പോൾ അതിന് എന്ത് പേരാ കൊടുത്തേ? മണിപ്രവാള ശാകുന്തളം. മണിപ്രവാള ശാകുന്തളം എന്ന പേരാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. പഠിക്കുക. യെസ്. അടുത്തത് ആത്മകഥയിലേക്ക് കടക്കുകയാണ്. ആത്മകഥ. എക്സാം ഓറിയന്റഡ് ആയിട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ആത്മകഥയാണ്. ആത്മകഥ. കവിയുടെ കാൽപ്പാടുകൾ, ജീവിതപാത, ജീവിത സമരം, എന്റെ വഴിയമ്പലങ്ങൾ, കഴിഞ്ഞ കാലം. ആത്മകഥകൾ കാലക്രമം അനുസരിച്ച് ശരിയായണം. ആത്മകഥകള് കാലക്രമം അനുസരിച്ച് ശരിയായണം. കാലക്രമം എവിടെ നിന്ന് കിട്ടും? ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്നത് ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നുള്ള കൃതിയിലാണ്. ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ. അതിന് ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതികളുടെ ഒക്കെ വർഷം നമുക്ക് കളക്റ്റഡ് സോഴ്സ് ആയിട്ട് ലഭിക്കാറുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ആത്മകഥകളും അവയുടെ പ്രസിദ്ധീകരണ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ?
അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ വരും? ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ വരും? എങ്ങനെ വേണം വരാതെന്ന് പറഞ്ഞേക്കല്ലേ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ വരും? കവിയുടെ കാൽപ്പാടുകൾ ആരുടെ കൃതിയാ മക്കളെ? കവിയുടെ കാൽപ്പാടുകൾ ആരുടെ കൃതിയാ? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണ് കവിയുടെ കാൽപ്പാടുകൾ. കവിയുടെ കാൽപ്പാടുകൾ മാത്രമാണോ അദ്ദേഹത്തിന്റെ ആത്മകഥാംശമായിട്ടുള്ള കൃതികൾ? അല്ല. പിന്നെ ഏതൊക്കെയാണ്? നിത്യകന്യകയെ തേടിയുണ്ട്, നിത്യകന്യകയെ തേടി. പിന്നെ എന്നെ തിരയുന്ന ഞാൻ, എന്നെ തിരയുന്ന ഞാൻ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ. കവിയുടെ കാൽപ്പാടുകളുടെ പ്രസിദ്ധീകരണ വർഷം 1975 ജീവിതപാത ആരുടേതാണ്? ജീവിതപാത എന്നുള്ള ആത്മകഥ ആരുടേതാണ്? വെരി ഗുഡ്, ചെറുകാടിൻ്റെതാണ്. ചെറുകാടിൻ്റെതാണ്, ചെറുകാട്. 1974. ജീവിത സമരം, ജീവിത സമരം സി കേശവന്റേതാണ്. സി കേശവൻ. ജീവിത സമരത്തിന്റെ 2 പാട്ടുകളുണ്ട്. ഒന്ന് 54 ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് 55 ഇറങ്ങിയിട്ടുണ്ട്. സി കേശവൻ, സി കേശവന്റേതാണ് ജീവിത സമരം. എന്റെ വഴിയമ്പലങ്ങൾ ആരുടേതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ വഴിയമ്പലങ്ങൾ. ഞാൻ അമ്പലത്തിൽ കയറാൻ 75 രൂപ എന്നാണ് കീവേഡ് പഠിച്ചു വെച്ചിരിക്കുന്നത്. 1975 എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് എന്റെ വഴിയമ്പലങ്ങൾ. കഴിഞ്ഞ കാലം, കഴിഞ്ഞ കാലം കെ പി കേശവ മേനോന്റെയാണ്. കെ പിക്ക് 58 വയസ്സെന്നാണ് പഠിച്ചു വെച്ചത്. 1958 കെ പി കേശവ മേനോന്റെ കഴിഞ്ഞ കാലം വരുന്നത്. കഴിഞ്ഞ കാലം 58, 75, 54, 74, 75. അപ്പൊ ഏതായിരിക്കും ആദ്യം? ജീവിത സമരം, കഴിഞ്ഞ കാലം, ജീവിതപാത, കവിയുടെ കാൽപ്പാടുകൾ, എന്റെ വഴിയമ്പലങ്ങൾ. എന്റെ വഴിയമ്പലങ്ങൾ. അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഓർഡർ വരുന്നത്. ഇതൊരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ 1975, ജീവിതപാത ചെറുകാട് 1974, ജീവിത സമരം 1954, എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് 1975, കഴിഞ്ഞ കാലം 1958 കെ പി കേശവ മേനോൻ. കെ പി കേശവ മേനോൻ. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് പറയട്ടെ. എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്, വർഷങ്ങൾ നോക്കി വെക്കേണ്ടത്. എന്തൊരു വയ്യൊക്കെ കിടക്കുന്നത്? 1958 4 കിട്ടും. ഓക്കെ ഓക്കെ. വർഷം പഠിച്ചു വെച്ചതാണ് പറയുന്നത്. ഓക്കെ. എതിർപ്പ് ആരുടേതാണ്? എതിർപ്പ് 3 ഭാഗങ്ങളായിട്ട് പുറത്തിറങ്ങിയ ആത്മകഥയാണ് എതിർപ്പ്. ആരുടേതാണ്? കേശവദേവിന്റേതാണ് എതിർപ്പ്. എതിർപ്പ് 3 ഭാഗങ്ങളായിട്ട് ഇറങ്ങിയതാണ്. 1959 ആദ്യം. 1959 ആദ്യത്തേത് വരുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ നായർ വിഭാഗത്തിന്റെ ചരിത്രത്തെ അനാവരണം ചെയ്യുന്ന ആത്മകഥ എന്ന ടാഗ് ലൈനുള്ള ആത്മകഥ ഏതാണ്? ആരുടേതാണ്? എസ് കെയോ? എസ് കെ പൊറ്റക്കാടല്ലോ. കെ എം പണിക്കരോ? നിങ്ങളൊക്കെ എന്താ പറയുന്നത്? എനിക്ക് അവിടെ കീവേഡ് കിട്ടുന്നില്ല. ലളിതാംബിക. നായർ, നായർ വിഭാഗം. മന്നത്ത് അശ്വതി ടീച്ചർ സ്കോർ ചെയ്ത്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താ? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താ? മന്നത്തിന്റെ, അതെ, മന്നത്തിന്റെ ആത്മകഥയുടെ പേരെന്താ? എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ. മന്നത്തിന്റെ എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ. വർഷം ഏതാണ്? 1957. 1957. 1957. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് കൊഴിഞ്ഞ ഇലകള്. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകള്. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകള് അല്ലെ? 1960 മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകള്. പി ടി ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും. പി ടി ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും. ഇതൊക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതല്ലേ? 1970 കണ്ണീരും കിനാവും വരുന്നത്. 1970. നിർമ്മാതളം പൂത്തകാലം വരുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്റെ കഥ 1973. അത് കഥാംശമായിട്ടുള്ളതാണ്. എന്റെ കഥ 1973. ഓക്കെ അല്ലേ? നിർമ്മാതളം പൂത്തകാലം 1993. നിർമ്മാതളം പൂത്തകാലം 1993. ഓക്കെ ആണല്ലോ? മാധവിക്കുട്ടിയുടെ, യെസ്, മാധവിക്കുട്ടിയുടെ ആത്മകഥ. മാധവിക്കുട്ടിയുടെ ആത്മകഥ. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്. മാധവിക്കുട്ടിയുടെ. കവിയുടെ കാൽപ്പാടുകൾ പറഞ്ഞു, ജീവിതപാത പറഞ്ഞു. ആത്മരേഖ ആരുടേതാ? ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആത്മരേഖ 1974.
യെസ്, വെരി ഗുഡ്. വെണ്ണിക്കുളത്തിന്റെ ആത്മരേഖ 1974. 1974. ഓക്കെ ആണോ? ഇനി എന്റെ നാട് കടത്തൽ കെ രാമകൃഷ്ണപിള്ള നാട് കടത്തിയത് 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ. അപ്പൊ ആത്മകഥ വന്നത് 1911. ഓക്കെ, ഇനി സമകാലികമായിട്ട് നോക്കേണ്ടത് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആത്മകഥയാണ് ന്യൂസ് റൂം. ആരുടേതാണ് ന്യൂസ് റൂം എന്നുള്ള ആത്മകഥ? BRP ഭാസ്കർ. ന്യൂസ് റൂം 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. എതിരാരുടേതാണ്? എതിരെ കുഞ്ഞാമന്റേതാണ്. എതിരാരുടേതാണ്? കുഞ്ഞാമന്റേതാണ്. എതിരെ. ആത്മായനം ആരുടേതാ? ആത്മായനം മുനി നാരായണ പ്രസാദിന്റേതാണ്. ആത്മായനം ആരുടേതാണ്? മുനി നാരായണ പ്രസാദിന്റേതാണ്. ഇനി തക്കിജ എന്റെ ജയിൽ ജീവിതം ആരുടേതാണ്? അവണി പറഞ്ഞേ, തക്കിജ എന്റെ ജയിൽ ജീവിതം ആരുടേതാണ്? ജയചന്ദ്രൻ മോക്കേരിയുടേതാണ് തക്കിജ. പരൽമീൻ നീന്തുന്ന പാടം ആരുടേതാ? യെസ്, മോക്കേരിയുടേതാന്ന് ആവണി പറയുന്നുണ്ട്. പരൽമീൻ നീന്തുന്ന പാടം ആരുടേതാണ്? ആരുടെ ആത്മകഥയാണ്? CV ബാലകൃഷ്ണന്റേതാണ്. വെരി ഗുഡ് ഹെഡ് ടീച്ചറെ. CV ബാലകൃഷ്ണന്റേതാണ്. അനുഭാവങ്ങൾ ആരുടേതാ? അനുഭാവങ്ങൾ PKR വാര്യർ. ഡോക്ടർ PKR വാര്യരുടേതാണ്. അനുഭാവങ്ങൾ. ഐസ ടീച്ചർ എന്താ ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മുകുന്ദന്റെ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കണക്ട് ആയില്ല. അപ്പൊ പ്രധാനപ്പെട്ട ആത്മകഥകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മളത് അവിടെ വിടുകയാണ്. ഏത് 7ാമത്തെ യൂണിറ്റ് നമ്മൾ അവിടെ പ്രധാനപ്പെട്ട എല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. 7ാമത്തെ യൂണിറ്റ് നമ്മൾ അവിടെ നിർത്തുകയാണ്. ദെൻ നമ്മൾ അടുത്തതിലേക്ക് സ്കിപ്പ്. ഏതാണ്? യൂണിറ്റ് 8. യൂണിറ്റ് 8 ഭാഷാശാസ്ത്രമുണ്ട്, വ്യാകരണമുണ്ട്. വ്യാകരണമുണ്ട്. നോക്കാം. താഴെ പറയുന്നവയിൽ നാദി വിഭാഗത്തിൽ പെടുന്നവ ഏത്? ശ്വാസികൾ, നാദികൾ പഠിച്ചു വെക്കണം. ശ്വാസികൾ, നാദികള് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നാദി വിഭാഗത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? പറഞ്ഞ നാദി വിഭാഗത്തിൽ പെടുന്നത്. ശ്വാസികൾ, നാദികൾ ഇമ്പോർട്ടന്റ് ആണ്. നാദി വിഭാഗത്തിൽ പെടുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാദി വിഭാഗത്തിൽ പെടുന്നത് പറഞ്ഞേ മക്കളെ. നമുക്കറിയാം വ്യഞ്ജനോച്ചാരണത്തെ എത്രയാക്കി തിരിക്കാം? 3 ആക്കി തിരിക്കാം. വ്യഞ്ജനങ്ങൾ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഉച്ചാരണ സ്ഥാനമാണ്. ഒന്നാമത്തെ ഏതാണ്? ഉച്ചാരണ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ഠ്യം, താലവ്യം, മൂർധന്യം, വർസ്യം, ദന്ത്യം, ഓഷ്ട്യം. കണ്ഠ്യം, താലവ്യം, മൂർധന്യം, വർസ്യം, ദന്ത്യം, ഓഷ്ട്യം അല്ലെ? കണ്ഠ്യം, താലവ്യം, മൂർധന്യം, വർസ്യം, ദന്ത്യം, ഓഷ്ട്യം എന്നിവയെ ഉച്ചാരണ സ്ഥാനം അനുസരിച്ച് നമ്മൾ തിരിക്കുന്നു. ഉച്ചാരണ സ്ഥാനം. കണ്ഠ്യം കവർഗം പെടുന്നു, ഹായും പെടുന്നു. താലവ്യത്തിലെ ചവർഗം പെടുന്നു. മൂർധന്യം ഠവർഗം പെടുന്നു. ഒപ്പം തന്നെ ല, ഴ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. വർസ്യങ്ങൾ ഏതൊക്കെയാ? റ, ര, ല എന്നിവയാണ് വർസ്യം. ദന്ത്യം എന്ന് പറഞ്ഞാൽ തവർഗമാണ്. ഓഷ്ട്യം പവർഗമാണ്. അല്ലെ മക്കളെ? ഉച്ചാരണ സ്ഥാനം അനുസരിച്ച് വ്യഞ്ജനോച്ചാരണത്തെ 3 ആക്കി തിരിക്കുന്നുണ്ട്. ഉച്ചാരണ സ്ഥാനം, ഉച്ചാരണ രീതി, പിന്നെ ശ്വാസി നാദി ഭേദം. അപ്പോ ഉച്ചാരണ സ്ഥാനം അനുസരിച്ച് കണ്ഠ്യം, താലവ്യം, മൂർധന്യം, വർസ്യം, ദന്ത്യം, ഓഷ്ട്യം. കണ്ഠ്യം കവർഗവും ഹായും, താലവ്യം ചവർഗം,
മൂർധന്യം ടവർഗം, പിന്നെ ലായും രായും വരുന്നുണ്ട്. വർസ്യം റാ രാ ല, ദന്ത്യം തവർഗമാണ്, ഓഷ്ട്യം പവർഗമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏതിൽ പെടും? മാ. പറഞ്ഞേ, നിങ്ങൾ നോക്കി പറഞ്ഞേ, മാ ഏതിൽ പെടും? ഇത് പലർക്കും അറിയില്ല, പലരും ഇത് പരീക്ഷയ്ക്ക് സ്കിപ്പ് ചെയ്യും. തക്കിജ എന്റെ ജയിൽ ജീവിതം ആരുടേതാണ് എന്ന് പറയാമോ എന്നാണോ ചോദിച്ചിരിക്കുന്നത്? ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ അർച്ചന, ലാസ്റ്റ് ഒന്നുകൂടി ചോദിക്കണേ. ഓക്കെ, ഇവിടെ നോക്കൂ, ഉച്ചാരണ സ്ഥാനം അനുസരിച്ചിട്ടുള്ള ഭേദം. അപ്പൊ മാ ഏതിലാണ് പെടുന്നത്? മാ ഓഷ്ടത്തിലാണ് പെടുന്നത്. ദ ഏതിൽ പെടും? ധ. മാ ഓഷ്ടത്തിലാണ് പെടുന്നത്. പപ്പ ഭം ഭം മ ഓഷ്ടത്തിൽ പെടും. ധ ഏതിൽ പെടും? ധ. ഓക്കെ ഓക്കെ അർച്ചന. ധ എന്തിനാണ് പറയാ? ദന്ത്യമാണ് തവർഗം, തവർഗത്തിലാണ് ധ വരുന്നത്. അല്ലേ അല്ലേ മക്കളെ? ഓക്കെ, ഢ ഏതിൽ പെടും? ഢ എന്നുള്ളത് ഏതിൽ പെടും? മൂർധന്യമാണ്. മൂർധന്യമാണ്. തെറ്റിക്കരുത്. അപ്പൊ ഉച്ചാരണ സ്ഥാനം അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. രണ്ടാമത് ഉച്ചാരണ രീതിയാണ്. ഉച്ചാരണ രീതിയിലാണ് ഘർഷം വരുന്നത്. ഉച്ചാരണ രീതി ഏതൊക്കെയാണ്? ഷ, ഷ, സ, ഹ. ഓക്കെ അല്ലേ? കമ്പിതത്തെയാണ് ത്രാസം എന്ന് പറയുന്നത്. ത്രാസം ഏതാണ്? റ. ഉൽക്ഷിപ്തം അഥവാ ദ്രുതസ്പർശം. ദ്രുതസ്പർശം ഏതാണ്? രാ. യെസ്, ഉൽക്ഷിപ്തം അഥവാ ദ്രുതസ്പർശം രായാണ്. ഇനി പാർശ്വികം ഏതാണ് മക്കളെ? പാർശ്വികം ഏതൊക്കെയാണ്? പാർശ്വികം ല, ള എന്നിവയാണ് പാർശ്വികം. യെസ്, പ്രവാഹി ഏതൊക്കെയാണ്? യാ, വാ, പറഞ്ഞോടില്ലല്ലോ, ഴ. യ, വ, ഴ എന്നിവയാണ് പ്രവാഹി. ഇത് തെറ്റിക്കരുത്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലെ? ഇതാണ് ഉച്ചാരണ രീതി. ഇനിയാണ് ശ്വാസി നാദി ഭേദം വരുന്നത്. താഴെ പറയുന്നവരിൽ നാദി വിഭാഗത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? നോക്കൂ, നാദി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? മൃദു വരും. നാദി മൃദു, ഘോഷം, അനുനാസികം, മധ്യമം, സ്വരങ്ങൾ എന്നിവയാണ് ഏതിൽ വരുന്നത്? നാദിയിൽ വരുന്നത്. ഇതിലെന്തായാലും എന്ത് തന്നിട്ടില്ല? സ്വരങ്ങൾ തന്നിട്ടില്ല. സ്വരങ്ങൾ ഇവിടെ തന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? മൃദു, ഘോഷം, അനുനാസികാണ്. അനുനാസികങ്ങൾ ഏതൊക്കെയാണ്? അനുനാസികങ്ങൾ പഞ്ചമങ്ങളാണ്. ങ, ഞ, ന, ന, മ. ഇതിലേതെങ്കിലും ഇതിൽ തന്നിട്ടുണ്ടോ? അനുനാസികങ്ങൾ ഏതെങ്കിലും ഇതിലുണ്ടോ? ഇല്ല, നിലവിൽ ഇതിലില്ല. ഓക്കെ, അപ്പോ സ്വരങ്ങളില്ല എന്ന് മനസ്സിലായി, അനുനാസികങ്ങളില്ല എന്ന് മനസ്സിലായി. മൃദുക്കൾ ഏതൊക്കെയാണ് മക്കളെ? നാ ഉണ്ടോ ഇതില്? നാ ഉണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണ്. നാ ഉണ്ട് കേട്ടോ. യെസ്, നാ ഉണ്ട്. ഇനി മൃദുക്കൾ ഏതൊക്കെയാണ്? ഖരം, അധികരം, മൃദുഘോഷം, അനുനാസികമാണ്. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം അല്ലെ? ഖരം, അധികരം, മൃദു ഏതൊക്കെയാണ്? മൃദു പറഞ്ഞേ. ഖരമുണ്ട്, അധികരമുണ്ട്, മൃദു, ഘോഷം, അനുനാസികം. യെസ്. അപ്പോ ഖരം എന്ന് പറയുമ്പോ ഖായാണ്, അധികരം ഖായാണ്. ഖ എന്നതിന്റെ താഴേക്ക് വരുന്നതൊക്കെ പെടും. ജ പെടും. ഖ, ജ, ഢ, ധ, ഭ. യെസ്, ഏതൊക്കെയാണ്? യെസ്, ഇത് നമ്മൾ ഓൾറെഡി പട്ടിക വരച്ച് പഠിച്ചു വെക്കുകയാണ് എങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. പട്ടിക വെച്ച് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും പറ്റും, പഠിക്കാനും പറ്റും. ഇനി മൃദു കഴിഞ്ഞു. ഘോഷത്തിൽ ഏതെങ്കിലും ഇതിൽ തന്നിട്ടുണ്ടോ? എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഘോഷത്തിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടോ? ഇതിലെ നാദി എന്ന് പറയുന്നത് ഒന്ന് ജായാണ്, മറ്റൊന്ന് നായാണ്. ഭായില്ല, ചായില്ല, ഭായില്ല. ഓക്കെ അല്ലേ? ഇത് എളുപ്പത്തിൽ നോക്കാനായിട്ട് നാദി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ മാത്രം എഴുതി വെക്കുക. മൃദുഘോഷം, അനുനാസികം, മധ്യമം, സ്വരങ്ങളും നാദിയാണ്. മൃദുഘോഷം, അനുനാസികം, മധ്യമം, സ്വരങ്ങളും നാദിയാണ്. അപ്പൊ ശ്വാസിയിൽ പെടുന്നത് ഏതൊക്കെയാ? ശ്വാസിയിൽ പെടുന്നത് ഏതൊക്കെയാ? ഖരം,
അധികരം ഖരമധികരം ഊഷ്മാക്കൾ. ഖരമധികരം ഊഷ്മാക്കൾ എന്തിൽ പെടുന്നു? ശ്വാസിയിൽ പെടുന്നു. ഖരം അധികരം ഊഷ്മാക്കള് ഏതിൽ പെടുന്നു? ശ്വാസിയിൽ പെടുന്നു. അക്ഷരമാല ചെറിയൊരു കാര്യമല്ല. മലയാള അക്ഷരമാല പഠിക്കുക എന്ന് പറഞ്ഞാൽ 51 അക്ഷരം എഴുതുക എന്നത് മാത്രമല്ല. എന്താണ്? അത്യാവശ്യത്തിന് നമുക്ക് പഠിക്കാനുണ്ട്. മലയാളം അക്ഷരമാലയിലെ ഈ കണക്ഷൻ ഒക്കെ നമുക്ക് കിട്ടിയിരിക്കണം. കിട്ടിയേ പറ്റൂ. ഓക്കെ അല്ലേ? ഇത് കിട്ടിയാൽ മാത്രമാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റുള്ളൂ. കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിലും ഇതേ കാര്യങ്ങൾ വേണം. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഖരത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ക, ച, ഠ, ഥ, പ. അധികരത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? ഇങ്ങനെ ഇതൊക്കെയാണ് പിന്നെ നല്ലത്. ഘ, ച, ഠ, ധ, ഭ. മൃദുക്കൾ ഏതൊക്കെയാണ്? ഘ, ച, ഠ, ധ, ഭ. അല്ലെ? മൃദു. നമ്മുടെ സ്ഥലം ഉണ്ട് കേട്ടോ. ഘോഷത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? ഘോഷം ഗ, ച, ഠ, ധ, ഭ. അനുനാസികത്തിലോ? അനുനാസികം ങ, ഞ, ന, ന, മ. ഇവ എന്തിനു പെടുന്നു? അനുനാസികത്തിലും പെടുന്നു. ഓക്കെ അല്ലേ? ഇനി ഊഷ്മാക്കൾ ഏതൊക്കെയാ? ഊഷ്മാക്കൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാ? ഷ, ഷ, സ. ഘോഷി ഏതാണ്? ഘോഷി ഹായാണ്. ദ്രാവിഡ മധ്യമം എന്നറിയപ്പെടുന്ന ഏതാ? ദ്രാവിഡ മധ്യമം എന്നറിയപ്പെടുന്ന ഏതൊക്കെയാ? ഘോഷി ഹായാണ്. ദ്രാവിഡ മധ്യമം ള, ഴ, റ. ഓക്കെ അല്ലേ? ള, ഴ, റ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അപ്പോ ശ്വാസിനാദി ഉച്ചാരണ സ്ഥാനം അനുസരിച്ച് കണ്ഠ്യം, താലവ്യം, മൂർധന്യം, മർസ്യം, ദന്ത്യം, ഓഷ്ട്യം. ശ്വാസിനാദിഭേദം. ശ്വാസിയിലെ ഖരം അധികരം ഊഷ്മാക്കളാണ് ശ്വാസി. നാദി എന്ന് പറയുമ്പോ മൃദു വരും, ഘോഷം വരും, അനുനാസികം വരും, മധ്യമങ്ങളും സ്വരവും വരും. ഓക്കെ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോ പറഞ്ഞു പോയത്. ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടന്നോട്ടെ. ചേരും പടി ചേർക്കുക വ്യാകരണത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ എന്താണ്? ശുദ്ധം, സാർവനാമികം, സാഖ്യം, പാരിമാണികം എന്നൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ് മക്കളെ? ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഇവയൊക്കെ എന്താണ്? ഇവയെല്ലാം ഭേദകങ്ങളാണ്. ശുദ്ധഭേദകം, സാർവനാമികം, സാഖ്യഭേദകം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം എന്നൊക്കെ ഭേദകങ്ങളുണ്ട്. സാധാരണയായിട്ട് 4 നമ്മൾ പറയാറുണ്ട്. ഏതൊക്കെയാണ്? ശുദ്ധം, സാർവനാമികം, സാഖ്യം, പാരിമാണികം. ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നോരോന്നായിട്ട് തന്നെ നോക്കുകയാണ് നല്ലത്. പറഞ്ഞേ. എക്സാം ഓറിയന്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൾ ഏതിലാണ്? ഇതൾ 8 വിവർത്തനം എന്നുള്ള മേഖലയിലാണ് ഇത് വരുന്നത്. ഇതൾ 8 വിവർത്തനത്തിലാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. വ്യാകരണത്തില് നോക്കൂ. ഒരു എന്നത് എന്തിനെയാണ് കുറിക്കുന്നത്? ഒരു എന്നത് എന്തിനെ കുറിക്കുന്നത് മക്കളെ? ഒരു എന്നത് എന്തിനെ കുറിക്കുന്നു? ഒരു എന്നത് എന്തിനെ കുറിക്കുന്നത്? ഒരു എന്ന് വെച്ചാൽ ഒരു ശബ്ദം, ഒരു സംഖ്യ എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു എന്ന് വെച്ചാൽ എന്താ? ഒരു സംഖ്യ എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? സാഖ്യമാണ്. സംഖ്യാവാചി ശബ്ദങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? സാഖ്യത്തിൽ ഉൾപ്പെടുന്നത്. സംഖ്യാവാചി ശബ്ദങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? സാഖ്യത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ചെറു എന്ന് വെച്ചാൽ എന്താണ്? ചെറു ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി കാണിക്കുന്നതാണ് ഭേദകം. അപ്പൊ ഒരു എന്ന് വെച്ചാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നു. ഇനി ചെറു എന്ന് വെച്ചാൽ എന്താ മക്കളെ? ചെറു നൽ, തിരു, ചെറു, വൻ, ചെം, തു, പുതു, പൈ, കരി തുടങ്ങിയവയെല്ലാം ശുദ്ധഭേദകങ്ങളായിട്ടാണ് നമ്മൾ പറയാ. ശുദ്ധമായി നിന്നുകൊണ്ട് മറ്റു ശബ്ദങ്ങളെ വിശേഷിപ്പിക്കുന്ന ഭേദക ശബ്ദത്തെയാണ് ശുദ്ധം എന്ന് പറയുന്നത്. ശുദ്ധം ഏതാണ്? ചെറുപുഞ്ചിരി,
ചെഞ്ചുണ്ട്, ചെമ്മാനം, വൻമതിൽ, വൻപയർ, തിരു ആഭരണം, തൂവെള്ള, ഇതൊക്കെ എന്താണ്? ശുദ്ധമാണ്. ഇതൊക്കെ എന്താണ്? ശുദ്ധമാണ്. ഇനി നാഴി. നാഴി എന്ന് വെച്ചാൽ എന്താ? നാഴിയരി, ഉരിപ്പയറ്, നാഴൂരിപ്പാല്, രണ്ടിടങ്ങഴി നെല്ല്, അളവ്, തൂക്കം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? പാരിമാണികം. അളവ്, തൂക്കം, സാങ്ക്യം, സംഖ്യ. ശുദ്ധം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ശുദ്ധഭേദകത്തിന് എന്താ നമ്മൾ ഉദാഹരണം പറഞ്ഞേ? ശുദ്ധമായി നിന്നുകൊണ്ട് മറ്റു ശബ്ദങ്ങളെ വിശേഷിപ്പിക്കുന്ന ഭേദക ശബ്ദമാണ് ശുദ്ധം. ഇനി അവൻ എന്ന് വെച്ചാൽ എന്താണ്? അത് സാർവനാമികമാണ്. സർവനാമം അഥവാ ചുട്ടെഴുത്തുകൾ, ആ, ഇ, എ എന്നീ ചുട്ടെഴുത്തുകൾ വിശേഷണ സ്ഥാനത്ത് വരുന്നവയാണ് സാർവനാമികം. അക്കാലം, ഇക്കാലം, എവിടെ, അവിടെ, ഇവിടെ, അവൻ, ഇവൾ, ഇതൊക്കെ എന്താണ്? സാർവനാമികമാണ്. സാർവനാമികമാണ്. അപ്പോ എ എന്ന് പറയുന്നത് സാങ്ക്യമാണ്, ബി എന്ന് പറയുന്നത് ഒന്നാണ്, സി നാഴി, നാഴി എന്ന് വെച്ചാൽ പാരിമാണികമാണ്, ഡി രണ്ടാണ്, A3B1, A3B1, C4, D2 ഏതാണ് ഓപ്ഷൻ? യെസ്, ജ്യോതി ടീച്ചർ പറഞ്ഞ പോലെ ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശുദ്ധഭേദകം, സാർവനാമികം, സാങ്ക്യഭേദികം, പാരിമാണികം, ഈ 4 ബാക്കിയുള്ള അവിടെ കടന്നോട്ടെ, നമ്മൾ നോക്കണ്ട. ഓക്കെ അല്ലെ? വിഭാവകം എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്വഭാവത്തെ, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദം വിശേഷണമായി വന്നാൽ അതാണ് വിഭാവകം. വിഭാവകം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആയ എന്ന് പറയുന്ന നാമത്തോട് ആയ എന്നുള്ളത് ചേരും, അല്ലെങ്കിൽ ക്രിയയാണെങ്കിൽ ആയി എന്ന് ചേരും. സമർത്ഥനായ കുട്ടി, തടിയനായ മനുഷ്യൻ, നല്ലവനായ നേതാവ്. ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്വഭാവം, ഗുണം സൂചിപ്പിക്കുന്ന ശബ്ദം വിശേഷണമായി വരുന്നതാണ് വിഭാവകം. വിഭാവകം എന്ന് പറയുന്നത് എന്താണ്? വിഭാവകം എന്ന് പറയുന്നത്. നാമാങ്കജം എന്ന് വെച്ച എന്താ? പേരച്ചത്തെ തന്നെ ഭേദകമായി ഉപയോഗിക്കുന്നതാണ് നാമാങ്കജം. കറുത്ത, വെളുത്ത, അതൊക്കെ ഉദാഹരണമാണ്. ക്രിയാങ്കജം എന്താ? വിനയച്ചത്തെ തന്നെ ഉപയോഗിക്കുന്നു. ഉറക്കെ, നീളെ, മുറുകി, കൂടി എന്നിവയൊക്കെ ക്രിയാങ്കജത്തിൽ വരുന്നതാണ്. ക്രിയാങ്കജം. അപ്പോ ഭേദകങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തതാണ് നമ്മുടെ വിനയച്ചം. കഴിഞ്ഞ പരീക്ഷ അടയ്ക്കുവാണിരുന്നവർ ഇവരാണ് അല്ലെ. തൂക്കിയെടുത്ത് കൊണ്ടുപോയത് നമ്മുടെ പേരച്ചവും വിനയച്ചവുമാണ്. പേരച്ചവും വിനയച്ചവും. ഈ പേരച്ചവും വിനയച്ചവും ഒക്കെ എവിടെ നിന്നാ വരുന്നത്? ഇതെങ്ങനെ? നമ്മളിത് പഠിക്കുമ്പോ ഇതിന്റെ ഒരു ബേസ് മുതൽ പഠിച്ചു വരണല്ലോ. അപ്പൊ പേരച്ചവും വിനയച്ചവും എങ്ങനെയാ വരുന്നത് നോക്കുവോ മക്കളെ? ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിക്കുന്നു. ദ്യോതകമെന്നും രണ്ടായി തിരിക്കുന്നു. ഓക്കെ അല്ലെ? വാചകത്തെ നമ്മൾ എന്താക്കി? 3 ആക്കി തിരിക്കുന്നുണ്ട്. നാമമുണ്ട്, ക്രിയകളുണ്ട്, ഭേദകങ്ങളുണ്ട്. ഭേദകങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു. അടുത്തത് ഏതാണ്? ക്രിയയാണ്. ഒരു പ്രവൃത്തിയെയോ ഒന്നിന്റെ അവസ്ഥയെയോ സൂചിപ്പിക്കുന്നതാണ് ക്രിയകൾ. ക്രിയകളെ നമ്മൾ വീണ്ടും തിരിക്കുന്നുണ്ട്. അകർമ്മക ക്രിയ, സകർമ്മക ക്രിയ, കേവല ക്രിയ, പ്രയോജക ക്രിയ, കാരിത ക്രിയ, അകാരിത ക്രിയ, മുറ്റുവിന, പറ്റുവിന. അടുത്തതാണ് പേരച്ചം, വിനയച്ചം. അവിടെ നിന്നാണ് ഇത് ഓർഡർ ആക്കി വരുന്നത്. ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞോട്ടെ. അകർമ്മക ക്രിയ എന്താണ്? അർത്ഥത്തെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന ക്രിയയാണ് അകർമ്മക ക്രിയ, സകർമ്മക ക്രിയ എന്നിവ. അകർമ്മക ക്രിയ കർമ്മം ആവശ്യമില്ലാത്ത ക്രിയയാണ്. കുട്ടി കളിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്കാ ലഭിക്കുന്നത്? കുട്ടിക്കാണ് ലഭിക്കുന്നത്. കർമ്മം ആവശ്യമില്ലാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. ആ ക്രിയയുടെ ഫലം ആർക്കാണ് ലഭിക്കുന്നത്? ക്രിയ ചെയ്യുന്ന ആൾക്കാണ് ലഭിക്കുന്നത്. കളിക്കുന്നത് കുട്ടിയാണ്, അതിന്റെ ഫലം കിട്ടുന്നതും കുട്ടിക്കാണ്. ഭാഗ്യ ഉറങ്ങുന്നു, ഭാഗ്യ പഠിക്കുന്നു, രണ്ടിന്റെയും ഫലം ആർക്കാണ്? ഭാഗ്യക്ക് തന്നെയാണ്. അതാണ് അകർമ്മക ക്രിയ. അകർമ്മക ക്രിയ, സകർമ്മക ക്രിയ, സകർമ്മക ക്രിയ എന്നിവ. കർമ്മം ആവശ്യമുള്ള ക്രിയയാണ് സകർമ്മക ക്രിയ. കർമ്മം ആവശ്യമുള്ള ക്രിയയാണ് സകർമ്മക ക്രിയ. ആന പാപ്പാനെ കൊന്നു. ഓക്കെ, ഇവിടെ കൊല്ലുക എന്ന് പറയുന്ന ക്രിയ നടത്തിയത് ആനയാണെങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആർക്കാ കിട്ടുന്നത്? പാപ്പാന കിട്ടുന്നത് അല്ലേ? അമ്മ കുട്ടിയെ ഉറക്കുന്നു.
ഉറക്കുന്നു എന്നുള്ള പ്രവൃത്തി നടത്തുന്നത് അമ്മയാണ്, ക്രിയ ചെയ്യുന്നത് അമ്മയാണ്. ആഫ്റ്റർ എഫക്റ്റ് ആർക്കാണ് കിട്ടുന്നത്? കുട്ടിക്കാണ് കിട്ടുന്നത്. അതാണ് സകർമ്മക ക്രിയ. അകർമ്മക ക്രിയ, സകർമ്മക ക്രിയ. പിന്നെ പ്രകൃതി അടിസ്ഥാനമാക്കി കേവല ക്രിയ, പ്രയോജക ക്രിയ എന്ന് തിരിക്കുന്നുണ്ട്. അതുപോലെ രൂപത്തെ അടിസ്ഥാനമാക്കി കാരിത ക്രിയ, അകാരിത ക്രിയ എന്ന് തിരിക്കുന്നുണ്ട്. പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി മുറ്റുവിന, പറ്റുവിന എന്ന് തിരിക്കുന്നുണ്ട്. പേരച്ചം, വിനയച്ചം. പേരച്ചം, വിനയച്ചം. അതിലെ വിനയച്ചമാണ് വിനയച്ചം. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെയാണ് വിനയച്ചം എന്ന് പറയുന്നത്. വിനയച്ചം എന്ന് പറയുന്നത്. വിനയച്ചങ്ങൾ എത്ര എണ്ണം ഉണ്ട്? വിനയച്ചങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണവ? മുൻ, പിൻ, തൻ, നടു, പാക്ഷികം. മുൻ, പിൻ, തൻ, നടു, പാക്ഷികം എന്നിങ്ങനെ വിനയച്ചങ്ങൾ എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. വിനയച്ചങ്ങൾ 5 എണ്ണമുണ്ട്. മുൻ വിനയച്ചം പൂർണ്ണക്രിയയ്ക്ക് മുമ്പ് നടക്കുന്ന അപൂർണക്രിയയാണ് മുൻ വിനയച്ചം. വന്നു കണ്ടു, കേട്ടു പഠിച്ചു, ചാടിപ്പോയി, ഓടിപ്പോയി, ഇതൊക്കെ എന്താണ്? മുൻ വിനയച്ചമാണ്. പിൻവിനയച്ചം പിന്നിൽ ആൻ. പിന്നിൽ ആരാ? ആൻ. കാണാൻ പോയി, കുളിക്കാൻ ഇറങ്ങി, പോകാൻ ഇറങ്ങി, വരാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, അതൊക്കെ എന്താണ്? ആൻ. ആൻ എന്ന പ്രത്യയമാണ് പിൻവിനയച്ചം. പിൻവിനയച്ചം ആൻ എന്ന പ്രത്യയം. തൻവിനയച്ചം താൻ ഏതാ എന്നുള്ള കീവേഡ് പഠിച്ചേക്കുക. എ അവേ, എ അവേ, അതാണ് തൻവിനയച്ചം എന്ന് പറയുന്നത്. പോകെ കണ്ടു, പോകവേ കണ്ടു, ഉറക്കെ കരഞ്ഞു, ഉറക്കവേ കരഞ്ഞു, മെല്ലെ നടന്നു, മെല്ലവേ നടന്നു, അതാണ് ഇത് തൻവിനയച്ചം. നടുവിനയച്ചം ആ ക ഉഗ. നടു, ആ ക ഉഗ. പോവ, പോക, പോവുക. ചെയ്യ, ചെയ്യുക, ചെയ്യുക. ആ ക ഉഘ, അതാണ് ഏത് വിനയച്ചം? നടുവിനയച്ചം. നടുവിനയച്ചം. പാർഷിക വിനയച്ചം. പാർഷിക വിനയച്ചം എന്താ? പഠിച്ചാൽ ജയിക്കാം, പഠിക്കുകിൽ ജയിക്കാം, ഇരിക്കുകിൽ പറയാം, വന്നാൽ കാണാം. ഇൽ, കിൽ, ഉകിൽ എങ്കിൽ ആൽ. ഇൽ, കിൽ, ഉകിൽ എങ്കിൽ കാൽ അല്ല ആൽ എന്നിവയാണ് പാർഷിക വിനയച്ചം. പാർഷിക വിനയച്ചം. യെസ്. പറഞ്ഞിട്ടു പോയി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? ആദ്യത്തേത് ഏതാ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്? പറഞ്ഞിട്ടു പോയി. പറഞ്ഞിട്ടു പോയി. നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് പറഞ്ഞിട്ട് പോയി എന്നുള്ളത് പറഞ്ഞിട്ട് പോയി, ഓടിപ്പോയി, ചാടിപ്പോയി, നിൽക്കെ കണ്ടു, ഇതൊക്കെ എന്താണ്? മുൻവിനയച്ചമാണ്. മുൻവിനയച്ചമാണ്. കാണും സിനിമ. കാണും എന്നുള്ളത് എന്താണ്? ഭാവിയാണ് അല്ലെ? അല്ലെ? ഭാവിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഞാൻ പോയിട്ട് ദൃശ്യം 3 കാണും. കാണും സിനിമ, അത് ഭാവിയാണ്. വന്ന ബസ്, ശ്രദ്ധിക്ക, വന്ന ബസ്. വന്നു കഴിഞ്ഞു ബസ്. വന്നു കഴിഞ്ഞു ബസ്. ഭൂതപേരച്ചമാണ്. ഭൂതകാലമാണ്. കണ്ടാൽ പറയാം, പഠിച്ചാൽ ജയിക്കാം, ഇരിക്കുകിൽ കാണാം, ഏതാണ്? പാക്ഷിക വിനയച്ചമാണ്. ഇനി വിനയച്ചമാരും തെറ്റിക്കില്ലല്ലോ. ഇനി വിനയച്ചമാരും തെറ്റിക്കരുത്, തെറ്റിക്കരുത്. യെസ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, ഓപ്ഷൻ 1. ഓക്കെ അല്ലെ? ഇവിടെ A3 എന്ന് പറഞ്ഞവരുണ്ട്. ആൻസർ ഓപ്ഷൻ A ആണ് എന്ന് പറഞ്ഞവരുണ്ട്. ഫെബിനിക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. ആരുടെ ടീച്ചർ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തോ തെറ്റ് പറ്റിയതാണ്. ഓക്കെ അല്ലേ? ഇനി വിനയച്ചമാരും തെറ്റിക്കില്ലല്ലോ. യെസ്. ഇനി നമ്മൾ വീണ്ടും എന്തിലേക്ക് വരികയാണ്? ഭാഷാശാസ്ത്രത്തിലേക്ക് വരികയാണ്. പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനം കൊണ്ടോ സാഹചര്യം കൊണ്ടോ വ്യത്യാസം സംഭവിക്കുന്ന സ്വനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഉപസ്വനം, പൂരകബന്ധം, അല്പവ്യത്യയ ജോഡി, അല്പേതര വ്യത്യയ ജോഡി. ശ്രദ്ധിക്കണം. സ്വനം, സ്വനിമം, സ്വനം, സ്വനിമം, ഉപസ്വനം, പൂരകബന്ധം, അല്പവ്യത്യയം, അല്പേതര വ്യത്യയം. ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്വനം? പറഞ്ഞേ, എന്താണ് സ്വനം? ഭാഷയിലെ ഉച്ചാരണ ശബ്ദങ്ങളാണ് സ്വനം. ഭാഷയിലെ ഉച്ചാരണ ശബ്ദങ്ങളാണ് സ്വനങ്ങൾ. അർത്ഥഭേദ സാധ്യതകളിൽ സ്വനങ്ങൾ പങ്കെടുക്കുന്നില്ല. എന്ന് വെച്ചാൽ അർത്ഥഭേദം ഉണ്ടാക്കുന്നില്ല. സ്വനങ്ങൾ അർത്ഥഭേദം ഉണ്ടാക്കുന്നില്ല. സ്വനങ്ങൾ അർത്ഥഭേദം ഉണ്ടാക്കുന്നില്ല. ഇനി എന്താണ് സ്വനിമം? എന്താണ് സ്വനിമം?
അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനങ്ങളാണ് സ്വനിമങ്ങൾ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനങ്ങളാണ് സ്വനിമങ്ങൾ. ഓക്കെ അല്ലേ? അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനങ്ങളാണ് സ്വനിമങ്ങൾ. ഓക്കെ, ഇനിയാണ് വ്യത്യയം വരുന്നത്. വ്യത്യയത്തെ രണ്ടായി തിരിക്കാം. അല്പതമ വ്യത്യയം അഥവാ അല്പവ്യത്യയ ജോഡി, അല്ലെങ്കിൽ അല്പേതര വ്യത്യയ ജോഡി എന്നിങ്ങനെ രണ്ടാക്കി തിരിക്കാം. ഇവിടെ നമ്മളോട് പറയുന്നത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനം കൊണ്ടോ സാഹചര്യം കൊണ്ടോ, പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനം കൊണ്ടോ സാഹചര്യം കൊണ്ടോ വ്യത്യാസം സംഭവിക്കുന്ന സ്വനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എന്തു പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയണം. ഉപസ്വനം എന്താണ് എന്നറിയണം. ഉപസ്വനം എന്താണ്? ഉപസ്വനം ഒരു സ്വനിമത്തിനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന സ്വനങ്ങളെയാണ് ഉപസ്വനം എന്ന് വിളിക്കുന്നത്. കരം, കകാരമുണ്ടല്ലോ. പകരം ഇവിടെയും ഉണ്ടല്ലോ. ഭയങ്കരം, ഇവിടെയും ഖകാരം വരുന്നുണ്ടല്ലോ. ഈ മൂന്ന് ഖകാരവും ഒരേ രീതിയിലാണോ ഉച്ചരിക്കുന്നത്? കരം, പകരം, ഭയങ്കരം അല്ല. അപ്പോ ക എന്ന് പറയുന്ന സ്വനിമ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്വനിമത്തിനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന സ്വനങ്ങളെയാണ് ഉപസ്വനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉപസ്വനങ്ങൾ ഒരേ ലിപി കൊണ്ട് കുറിക്കുന്ന കകാരങ്ങൾക്ക് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഉച്ചാരണം ഉണ്ടാകുന്നു. അത് അർത്ഥ വ്യത്യാസത്തിന് കാരണമാകുന്നു. അതിനെയാണ് ഉപസ്വനം എന്ന് വിളിക്കുന്നത്. അല്ലെ? ഈ ഉപസ്വനങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് ഇവിടെ ആദിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഇവിടെ മധ്യത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഇവിടെ അന്ത്യഭാഗത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനം കൊണ്ടോ സാഹചര്യം കൊണ്ടോ വ്യത്യാസം സംഭവിക്കുന്ന സ്വനങ്ങളെ ഉപസ്വനങ്ങൾ എന്ന് പറയുന്നു. ഈ സ്വനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പൂരകബന്ധം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവ തമ്മിലുള്ള ബന്ധത്തെ എന്ത് വിളിക്കുന്നു? പൂരകബന്ധം എന്ന് വിളിക്കുന്നു. സ്വനം എന്താണെന്ന് കിട്ടിയോ? സ്വനിമം എന്താണെന്ന് കിട്ടിയോ? ഉപസ്വനങ്ങൾ എന്താണെന്ന് കിട്ടിയോ? പൂരകബന്ധം എന്താണെന്ന് കിട്ടിയോ? ഇത് മൂന്നും കിട്ടണം. ഓക്കെ അല്ലേ പറഞ്ഞത്? യെസ്, ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഭാഷാശാസ്ത്രത്തിലെ തന്നെ ചോദ്യമാണ്. ഞാൻ ഇവിടെ ഭാഷാശാസ്ത്രം ഫോക്കസ് ചെയ്യുന്നത് വേറെ ഒന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നല്ലോ. പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയം ചേരുന്ന കക്ഷി ഏത്? പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയങ്ങൾ ചേരുന്ന കക്ഷി ഏത്? പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയങ്ങൾ ചേരുന്ന കക്ഷിയെ എന്ത് വിളിക്കുന്നു? പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയങ്ങൾ ചേരുന്ന കക്ഷിയാ. നമുക്കറിയാം എന്താണ്, നമ്മുടെ ഭാഷാശാസ്ത്രത്തിലെ കക്ഷ്യാ വിഭജനമുണ്ട് ഇല്ലേ? ഭാഷാശാസ്ത്രത്തിലെ കക്ഷ്യാ വിഭജനമുണ്ട്. കക്ഷ്യാ വിഭജനത്തിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? പ്രാകൃത കക്ഷ്യ, വൈകൃത കക്ഷ്യ, സംശ്ലിഷ്ട കക്ഷ്യ, അതുപോലെ തന്നെ സംഘടിത കക്ഷ്യ, അപഗ്രഥിത കക്ഷ്യ എന്നിവയാണ് പ്രധാനപ്പെട്ട കക്ഷ്യാ വിഭജനം എന്ന് പറയുന്നത്. കക്ഷ്യാ വിഭജനം. ഓക്കെ അല്ലേ? കക്ഷ്യാ വിഭജനം. യെസ്. എന്താണ്? രൂപഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഭാഷയുടെ രൂപഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഭാഷയുടെ രൂപഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കക്ഷ്യാ വിഭജനം നടത്തുന്നത്. ഭാഷയുടെ രൂപഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കക്ഷ്യാ വിഭജനം നടത്തുന്നത്. പ്രാകൃത കക്ഷ്യ. എന്താണ് പ്രാകൃത കക്ഷ്യ? പ്രകൃതിക്ക് പ്രാധാന്യമുള്ള കക്ഷിയാണ് പ്രാകൃത കക്ഷ്യ. പ്രകൃതിക്ക് പ്രാധാന്യമുള്ള കക്ഷിയാണ് പ്രാകൃത കക്ഷ്യ. ഇവിടെ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പ്രത്യയങ്ങൾ ഇല്ല. പ്രത്യയം ഇല്ല. പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഏതൊക്കെ ഭാഷ വരാം? ചൈനീസ് ഭാഷ വരാം. ചൈനീസ് ഭാഷ വരാം. സയാമീസ് ഭാഷ വരാം. ടിബിറ്റൻ ഭാഷ വരാം. ഇതൊക്കെ പ്രാകൃത കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷയാണ്. ഓക്കെ അല്ലേ? സയാമീസ്, ബർമീസ്, ടിബിറ്റൻ, ചൈനീസ് ഇതൊക്കെ എന്താണ്? പ്രാകൃത കക്ഷിയിൽപ്പെടുന്ന ഭാഷയാണ്. അടുത്തത് ഇവിടെ പറയുന്നതനുസരിച്ചിട്ട് സംഘടിത കക്ഷിയാണ് അടുത്തത്. ഒരു വാക്യത്തെ ഒരൊറ്റ പദത്തിന്റെ രൂപത്തിൽ പ്രയോഗിക്കാനുള്ള ഭാഷകളാണ് സംഘടിത കക്ഷ്യ എന്ന് പറയുന്നത്. പദങ്ങൾ സംഘടിക്കുന്നത് കൊണ്ടുള്ള കക്ഷിയാണ് സംഘടിത കക്ഷ്യ. ബാസ്ക് എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. ഒരു മിനിറ്റ്, സ്ലൈഡ് എന്തോ ജാം ആയിട്ടുണ്ട്. യെസ്, ബാസ്ക് എന്നുള്ള ഒരു ഭാഷ
സംഘടിത കക്ഷിയിലെ ഭാഷയാണ്. സംഘടിത കക്ഷിയിലെ ഭാഷയാണ്. ഇനി വൈകൃത കക്ഷിയ, അടുത്തത് വൈകൃത കക്ഷിയാണ്. പ്രകൃതി പ്രത്യയങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം എന്താണ് യോജിച്ചിരിക്കുന്ന ഭാഷയാണ് വൈകൃത കക്ഷിയ. പ്രകൃതി പ്രത്യയങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാഷകളാണ് വൈകൃത കക്ഷിയിൽ വരുന്നത്. സംസ്കൃതം, ഹീബ്രു, അറബി ഭാഷകളൊക്കെ എന്താണ് വൈകൃത കക്ഷിയാണ്. വൈകൃത കക്ഷിയിൽ വരുന്ന ഭാഷകളാണ് സംസ്കൃതം, റഷ്യൻ, അറബി, ഹീബ്രു ഭാഷകൾ സംസ്കൃത കക്ഷിയിൽ പെടുന്ന വൈകൃത കക്ഷിയിൽ പെടുന്ന ഭാഷകളാണ്. വൈകൃത കക്ഷിയ, സംസ്കൃതം വൈകൃത കക്ഷിയാണ്. ഇനി സംശ്ലിഷ്ട കക്ഷിയുണ്ട്. സംശ്ലിഷ്ട കക്ഷിയ എന്താണ് സംശ്ലിഷ്ട കക്ഷിയ? പ്രകൃതിയോട് പ്രത്യയങ്ങൾ മാല പോലെ ഒന്നിന് പിറകിൽ മറ്റൊന്ന് എന്ന പോലെ പദങ്ങൾ ചേർക്കുന്ന സ്വഭാവമുള്ള ഭാഷകളാണ് സംശ്ലിഷ്ട കക്ഷിയിൽ പെടുന്നത്. നമുക്ക് അറിയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഏത് ഭാഷയാ സംശ്ലിഷ്ട കക്ഷിയിൽ ഉൾപ്പെടുന്നത്? യെസ്, മലയാള ഭാഷയാണ്. മലയാള ഭാഷ ഏത് കക്ഷിയിൽ ഉൾപ്പെടുന്നതാണ്? സംശ്ലിഷ്ട കക്ഷിയ. പ്രകൃതി പ്രത്യയങ്ങൾ മാല പോലെ ഒന്നിനു പുറകിൽ ഒന്നെന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന കക്ഷിയാണ് ഏത് കക്ഷിയ? സംശ്ലിഷ്ട കക്ഷിയ. പ്രാകൃത കക്ഷ്യ പറഞ്ഞു, സംഘടിത കക്ഷ്യ പറഞ്ഞു, വൈകൃത കക്ഷ്യ പറഞ്ഞു, സംശ്ലിഷ്ട കക്ഷ്യ പറഞ്ഞു. പ്രാകൃതം പറഞ്ഞു, വൈകൃതം പറഞ്ഞു, സംശ്ലിഷ്ട കക്ഷ്യ പറഞ്ഞു, സംഘടിത കക്ഷ്യ. ഇനി അപഗ്രഥിത കക്ഷിയുണ്ട്. വൈകൃത കക്ഷിയിലെ ഭാഷകളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒരു അപഗ്രഥന സ്വഭാവം പ്രദർശിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് അപഗ്രഥിത കക്ഷിയായിട്ടാണ് പറയാറ്. സാധാരണ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അപ്പൊ പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയങ്ങൾ ചേരുന്ന കക്ഷി ഏതാ? തന്നിരിക്കുന്നതിലെ പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയങ്ങൾ ചേരുന്ന കക്ഷി ഏതാണ്? വൈകൃത കക്ഷിയാണ്. ഓക്കെ അല്ലെ? വൈകൃത കക്ഷിയ. വൈകൃത കക്ഷി എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. വൈകൃത കക്ഷിയാണ്. ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ കക്ഷ്യാ വിഭജനം നമ്മൾ പറഞ്ഞില്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കക്ഷ്യാ വിഭജനം. ഇതുപോലെ തന്നെ ഗോത്ര വിഭജനം പഠിച്ചു വെക്കണേ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഗോത്ര വിഭജനം ഇമ്പോർട്ടന്റ് ആണ്. മലയാള ഭാഷ ഏതിൽ പെടുന്നതാ? മലയാള ഭാഷ ഏതിൽ പെടുന്ന ഇതാണ്? ദക്ഷിണ ദ്രാവിഡത്തിലാണ് പെടുന്നത്. ദക്ഷിണ ദ്രാവിഡത്തിലാണ്. കക്ഷിയില് സംശ്ലിഷ്ട കക്ഷിയിൽ പെടുന്നു. എന്ത് വിഭജനം? ഗോത്ര വിഭജനത്തിൽ ഏത് ഗോത്രത്തിലാണ് പെടുന്നത്? ദക്ഷിണ ദ്രാവിഡ ഗോത്രത്തിൽ അല്ലെങ്കിൽ ദ്രാവിഡ ഗോത്രത്തിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഭാരതത്തിന് വെളിയിൽ പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ഏതാ? ഭാരതത്തിന് വെളിയിൽ പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ബ്രാഹുയി ഭാഷയാണ്. ബ്രാഹുയി ഭാഷ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്രാഹുയി ഭാഷ. അപ്പൊ കക്ഷ്യ വിഭജനം, ഗോത്ര വിഭജനം പഠിച്ചു വെക്കുക. സ്വനം, സ്വനിമം, ഉപസ്വനം എന്നിവ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസിനാദി ഭേദം, ഉച്ചാരണ സ്ഥാനം, ഉച്ചാരണ രീതി എന്നിവ പഠിച്ചു വെക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത വ്യാകരണവും ഭാഷാശാസ്ത്രവും അവിടെ വിട്ടിട്ട് നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്? അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 9 ആണ്. ഇവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്? ഇവിടെ നമുക്ക് പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ പഠിക്കാനുണ്ട്, അലങ്കാരം പഠിക്കാനുണ്ട്, വൃത്തം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ദ്രാവിഡ സൗന്ദര്യശാസ്ത്രം പഠിക്കാനുണ്ട്. നമ്മുടെ തിണസങ്കല്പൊക്കെ വരുന്നുണ്ട്. എല്ലാതും കൂടി ഒരു ക്ലാസ്സിൽ കൊള്ളാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ച് വർണ്ണവൃത്തങ്ങളുടെ ക്രമം പറഞ്ഞോ. അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ച് വർണ്ണവൃത്തങ്ങളുടെ ക്രമം പറഞ്ഞോ. പ്രധാനപ്പെട്ട വൃത്തങ്ങളും അവയുടെ അക്ഷരസംഖ്യയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? പ്രധാനപ്പെട്ട വൃത്തങ്ങളും അവയുടെ അക്ഷരസംഖ്യയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പ്രധാനപ്പെട്ട വൃത്തങ്ങളും പഠിച്ചു വെക്കണം, അവയുടെ അക്ഷരസംഖ്യയും പഠിച്ചു വെക്കണം. ശ്രദ്ധര, വസന്തതിലകം, ഇന്ദ്രവജ്ര, മന്ദാക്രാന്ത, ശാർദൂല വിക്രീഡിതം എന്നിങ്ങനെയാണ് വൃത്തങ്ങൾ തന്നിട്ടുള്ളത്. പറഞ്ഞേ. ശ്രദ്ധരാവൃത്തം സംസ്കൃത വർണ്ണവൃത്തമാണ്. ശ്രദ്ധര 21 അക്ഷരങ്ങളാണ് ശ്രദ്ധരാവൃത്തത്തിൽ വരുന്നത്. താരിൽ തന്നി കടാക്ഷാഞ്ചലെ എന്ന് തുടങ്ങുന്ന വരികളൊക്കെ ശ്രദ്ധരാവൃത്തത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ?
വസന്തതിലകം. ആശാന്റെ വീണപ്പൂവ് എഴുതിയിരിക്കുന്നത് വസന്തതിലകത്തിലാണ്. 14 അക്ഷരങ്ങൾ വരുന്ന വൃത്തമാണ്. അത് അവിടെ എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ്. 14 അക്ഷരങ്ങളാണ് വരുന്നത്. 14 അക്ഷരങ്ങൾ. ഇന്ദ്രവജ്ര വൃത്തം ഏതാണ്? വസന്തതിലകത്തിനേക്കാൾ കുറവാണ് ഇന്ദ്രവജ്രയ്ക്ക്. എത്ര എണ്ണാണ് ഇന്ദ്രവജ്ര? 11. മന്ദാക്രാന്ത സന്ദേശകാവ്യ വൃത്തമാണ് മന്ദാക്രാന്ത. എത്രയാണ്? 17. വെരി ഗുഡ്. 17. മന്ദാക്രാന്തയിലെ വൃത്ത വ്യവസ്ഥ 17. ശാർദൂല വിക്രീഡിതം എത്രയാ? ശാർദൂല വിക്രീഡിതം എത്രയാ? 19. അനുഷ്ടുപ്പ് വൃത്തത്തിന്റെ എത്രയാ? അനുഷ്ടുപ്പ് വൃത്തത്തിൽ എത്രയാണ്? 8. വെരി ഗുഡ്. അനുഷ്ടുപ്പ് വൃത്തം 8. അന്നനടയോ? അന്നനട ഏറ്റവും കൂടുതൽ അക്ഷര വ്യവസ്ഥയുള്ള ഒന്നാണ് അന്നനട. അന്നടയല്ല, അന്നനട. ഏതാണ് അന്നനട? 24. കുസുമമഞ്ചരിയോ? കുസുമമഞ്ചരി ഇതൊക്കെ ഇനി ചോദിക്കാം. കുസുമമഞ്ചരി എത്രയാണ്? 21 അക്ഷരങ്ങളാണ്. 21 അക്ഷരങ്ങളാണ്. വിയോഗിനി, ചിന്താവിഷ്ടയായ സീത എഴുതിയിട്ടുള്ള വിയോഗിനി 10, 11 എന്നുള്ള അക്ഷരക്രമമാണ് ഇതിൽ വരുന്നത്. വിയോഗിനി വൃത്തത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ? പുഷ്പിതാഗ്ര പറഞ്ഞേ. പുഷ്പിതാഗ്രയിൽ എത്രയാ? 13. വെരി ഗുഡ്. 13. അപ്പൊ അക്ഷരസംഖ്യ അനുസരിച്ച് വർണ്ണവൃത്തങ്ങളുടെ ക്രമം എന്ന് പറയുമ്പോൾ ഇന്ദ്രവജ്ര, വസന്തതിലകം, മന്ദാക്രാന്ത, ശാർദൂല വിക്രീഡിതം, ശ്രദ്ധര. അപ്പൊ ഇതിലുള്ള വൃത്തങ്ങളെല്ലാം എക്സ്ട്രാ ആയിട്ട് വൃത്തങ്ങളും അവയുടെ അക്ഷരസംഖ്യയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ നമ്മള് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് വരികയാണ്. കാവ്യപ്രയോജനത്തെ കുറിച്ചുള്ള മമ്മടന്റെ കാരികയിലെ ക്രമം. കാവ്യം യേശസേ അർത്ഥകൃതേ വ്യവഹാരവിദേ ശിവേദരക്ഷതയെ സദ്യാഹാപര നിർവൃതയെ കാന്ത സംവിധ തയോപദേശയുജേ. അതാണ് ഏത്? മമ്മടന്റെ കാരിക. കാവ്യപ്രയോജനത്തെ കുറിച്ചിട്ട് മമ്മടൻ പറയുന്ന കാരികയാണിത്. കാവ്യപ്രയോജനം പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലാണ് വരുന്നത് അല്ലെ? കാവ്യപ്രയോജനം. പ്രധാനപ്പെട്ട കവി നിർവചനങ്ങളൊക്കെ നോക്കി വെക്കണം. അതെ, കവി നിർവചനത്തിന് ശേഷം പോകാം മക്കളെ. രീതിരാത്മ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് സൗന്ദര്യം അലങ്കാര ആരുടേതാണ്? രീതിരാത്മ കാവ്യസ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് സൗന്ദര്യം അലങ്കാര ആരുടേതാണ്? ഞാൻ ചോദിക്കുന്ന ഒന്ന് വേഗം പറഞ്ഞേ. ഇത് പറഞ്ഞു പോകാതെ എനിക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞേ. ഈ പറഞ്ഞ 3 ആരുടേതാണ്? വാമനന്റേതാണ്. വെരി ഗുഡ്. വാമനന്റേതാണ്. വാമനൻ. കാവ്യാലങ്കാര സൂത്രവൃത്തി. വാമനന്റെ കൃതിയുടെ പേരെന്താണ്? കാവ്യാലങ്കാര സൂത്രവൃത്തിയാണ്. കാവ്യാലങ്കാര സൂത്രവൃത്തി. അടുത്തത് രുദ്രടന്റെ കാവ്യാലങ്കാരം. ശബ്ദാർത്ഥൗ കാവ്യം. രുദ്രടന്റെ കാവ്യാലങ്കാരത്തിലാണ് ശബ്ദാർത്ഥൗ കാവ്യം രുദ്രടൻ. അപ്പൊ അടുത്തത് ചോദിക്കട്ടെ, ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം ആരുടേതാണ്? ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം. സഹിച്ചത് ഭാമഹൻ. ഓക്കെ, വേണ്ടതൊക്കെ അറിയാലേ. സഹിച്ചത് ഭാമഹനാണ്. ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം ഭാമഹൻ. ഭാമഹന്റെ കൃതിയുടെ പേരെന്താണ്? കാവ്യാലങ്കാരം. രുദ്രടന്റെ കാവ്യാലങ്കാരമുണ്ട്, ഭാമഹന്റെ കാവ്യാലങ്കാരമുണ്ട്. അടുത്തത് വക്രോക്തി ജീവിതം. വക്രോക്തി എന്ന് കേൾക്കുമ്പോ തന്നെ കിട്ടാലോ. ശബ്ദാർത്ഥ സഹിതൗ വക്രകവി വ്യാപാരശാലിനി ബന്ധ വ്യവസ്ഥിതൗ കാവ്യം തദ്വിത്താഹ്ലാദകാരിണി. ആരാണ്? മുപ്രാൾ ആരാണ്? നമ്മുടെ കുന്തകന്റെ വക്രോക്തി ജീവിതം. ഇനി ശരീരം താവദിഷ്ടാർത്ഥ വ്യവചിന്ന പദാവലി. കാവ്യശരീരം പദാവലി പോലെയാണ് എന്ന നിർവചനം ആരുടേതാണ്? മമ്മടനൊന്നല്ല, ദണ്ഡിയാണ്. ദണ്ഡിക്ക് എന്തുണ്ടെന്ന് നമ്മളെ കീവേഡ് എന്താ? ദണ്ഡിയുടെ കൃതിയുടെ പേരെന്താ? ദണ്ഡിക്ക് ആദർശമുണ്ട് എന്നാണ് കീവേഡ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാവ്യാദർശം. ശരീരം താവദിഷ്ടാർത്ഥ വ്യവചിന്ന പദാവലി. ദണ്ഡിയുടെ കാവ്യാദർശം. ഇനി അടുത്തത് മമ്മടന്റെ കൃതിയുടെ പേരെന്താണ്? മമ്മടന്റെ പ്രകാശമാണ്. കാവ്യപ്രകാശം. മമ്മടന്റെ കാവ്യപ്രകാശം. തദദോഷൗ ശബ്ദാർത്ഥൗ സഗുണവാൻ അലംകൃതി പുനഃക്വാഭി. മമ്മടന്റെ കാവ്യപ്രകാശം.
ഇനി കാവ്യാനുശാസനം എന്നുള്ള കൃതി ഏതാണ്? കാവ്യാനുശാസനം ഏതാണ്? കാവ്യാനുശാസനം ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനം. അധോഷവും സഗുണവും സാലങ്കാരവും ച ശബ്ദാർത്ഥവും കാവ്യം. ഹേമചന്ദ്രന്റെ ശബ്ദാനുശാസനം. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ രുദ്രന്റെ കാവ്യാലങ്കാരം പറഞ്ഞു, ഭാമഹന്റെ കാവ്യാലങ്കാരം പറഞ്ഞു. ഒരാളും കൂടി ഉണ്ടല്ലോ ഈ കൂട്ടത്തിലെ, വാഗ്ഭടൻ. രുദ്രടൻ, ഭാമഹൻ, വാഗ്ഭടൻ 3 പേരും കാവ്യാലങ്കാരം എന്ന പേരിൽ കൃതി രചിച്ചിട്ടുണ്ട്. കാവ്യയെ ശാസിച്ചത് ഹേമചന്ദ്രൻ. എന്റെ കാവ്യ അനിയത്തി കേൾക്കണ്ട, ഞാൻ അവളുടെ പേര് വെച്ചിട്ട് എന്ന് പറയുള്ളൂ. യെസ്, അതാണ് കീവേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അവർ അങ്ങനെ പറയുന്നത്. എന്റെ അനിയത്തിയുടെ പേര് കാവ്യ എന്നാണ്. ഓക്കെ, നോക്കൂ, നമ്മൾക്ക് എന്താ പറഞ്ഞത്? പോയി കണക്ഷൻ പോയി. യെസ്, കാവ്യാലങ്കാരം രുദ്രടൻ, ഭാമഹൻ, വാഗ്ഭടൻ. വാഗ്ഭടന്റെ കാവ്യാലങ്കാരത്തിലാണ് ശബ്ദാർത്ഥവും നീർദോഷവും എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുന്നത്. വാഗ്ഭടന്റെ കാവ്യാലങ്കാരത്തിൽ ശബ്ദാർത്ഥവും നിർദോഷവും സഗുണവും പ്രായക ചാലങ്കാരോച്ച കാവ്യം. പ്രായത്തിന് നീർദോഷം വരും. എന്തെങ്കിലും കീവേഡ് പഠിച്ചു വെക്കുക. ഞാൻ ഇതിന്റെ അർത്ഥം ഞാൻ ഒരു PG ക്ലാസ്സിൽ പോയിട്ട് ഒരിക്കലും ഇത് പറയില്ല. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവരാണ് ആ ഒരു രീതിയിൽ പഠിക്കുക. ഇനി രാജശേഖരന്റെ കൃതിയുടെ പേരെന്താ? രാജശേഖരന്റെ കൃതിയുടെ പേരെന്താ മക്കളെ? രാജശേഖരന്റെ കൃതി ഗുണവധലം കൃതം ച വാക്യമേവ കാവ്യം. ഗുണവധലം കൃതം ച വാക്യമേവ കാവ്യം. രാജശേഖരന്റെ കാവ്യമീമാംസ. സാഹിത്യ ദർപ്പണം ആരുടേതാണ്? വാക്യം രസാത്മകം കാവ്യം എന്ന് നിർവചിച്ച സാഹിത്യ ദർപ്പണം ആരുടേതാണ്? വിശ്വനാഥ കവിരാജന്റേതാണ്. വിശ്വനാഥ കവിരാജൻ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞത്. ധ്വന്യാലോകം ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞത് ആരാണ്? ആനന്ദവർദ്ധനനാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് കാവ്യപ്രയോജനമാണ്. കാവ്യത്തിന്റെ പ്രയോജനം. കാവ്യപ്രയോജനത്തിൽ മമ്മടൻ കാവ്യപ്രകാശനത്തിൽ എന്ത് പറയുന്നു? കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേതരക്ഷതയെ 1, 2, 3 ശിവേതരക്ഷതയെ സദ്യഹാപര നിർവൃതയെ കാന്താസംഹിതയോപദേശയുജേ. സദ്യഹാപരനിർവൃതയെ കാന്താസംഹിതയോപദേശയുജേ. ഓർഡർ കിട്ടിയോ? യെസ്. അപ്പൊ എന്താണ് ഓർഡർ? ACEDB. ആ കാരിക പഠിച്ചു വെക്കാത്തവരുണ്ട്. ഈ കാവ്യപ്രയോജനം കിട്ടുമോ? ഇപ്പൊ ഇത് നമ്മള് മമ്മടന്റെ ഏത് പറഞ്ഞു? യെസ്, മമ്മടന്റെ കാവ്യപ്രകാശത്തിലെ പറഞ്ഞു. ഇനി വേറെ ഒരെണ്ണുണ്ടല്ലോ. ഏതാണത്? ഇതുപോലെ തന്നെ കാവ്യപ്രയോജനം പറയുന്നത് മമ്മട ഭട്ടന്റെ കാവ്യപ്രകാശം നമ്മൾ പറഞ്ഞു. പിന്നെ കാവ്യാലങ്കാരം ആരുടേതാണ്? കാവ്യാലങ്കാരം ഭാമഹന്റെ കാവ്യാലങ്കാരം എന്താണ്? ധർമാർത്ഥ കാമ മോക്ഷേഷു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷേഷു വൈജക്ഷണ്യം കലാസുജ പ്രീതിം കരോതി കീർത്തിം ച സാധു കാവ്യ നിബന്ധനം. ധർമ്മം, അർത്ഥം, കാമ, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ കാവ്യത്തിലൂടെ ലഭിക്കുന്നു എന്നും പിന്നെ എന്തൊക്കെയാണ്? കീർത്തി, പ്രീതി, അതുപോലെ തന്നെ കലകളിൽ നൈപുണ്യം എന്നിവ കാവ്യത്താൽ കരഗതമാകുന്നു എന്നും ഭാമഹൻ പറയുന്നുണ്ട്. അപ്പൊ ഭാമഹന്റെ അഭിപ്രായത്തിലെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, കീർത്തി, പ്രീതി, നൈപുണ്യം എന്നിവയാണ് കാവ്യത്തിന്റെ പ്രയോജനം. കിട്ടിയില്ലേ? ഇപ്പൊ നമ്മളിപ്പോ നോക്കിയതിലൂടെ കാവ്യപ്രയോജനം നോക്കി, അതുപോലെ പ്രധാനപ്പെട്ട കൃതികൾ, കർത്താക്കൾ നോക്കി, അവരുടെ കാവ്യ നിർവചനവും നോക്കി. ഇനി രസപദ്ധതികൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. സഹൃദയൻ അടുത്തതാണ്. സഹൃദയം രസം ആസ്വാദിക്കുന്നതിനെ കുറിച്ച് ഭട്ടനായകന്റെ വാദം ഏതാണ്? രസപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വാദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. രസപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറെ വാദങ്ങൾ. ഭരതന്റെ സങ്കല്പവും രസവർജനവും പിൽക്കാലത്ത് പല വ്യാഖ്യാന ഭേദങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതിൽ മുഖ്യമായിട്ടുള്ളത് 4 പദ്ധതികളാണ്. ഏതൊക്കെയാണ്? ഉൽപ്പത്തിവാദം ആരുടേതാണ് മക്കളെ? ഉൽപ്പത്തിവാദം ആരുടേതാണ്? എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഉൽപ്പത്തിവാദം ആരുടേതാണ്? ഉൽപ്പത്തിവാദം ഭട്ടലൊല്ലടന്റെ ഉൽപ്പത്തിവാദം. ഇനി അടുത്തത് അനുമിതിവാദം. ശ്രീ ശങ്കുകന്റേതാണ്. ശ്രീ ശങ്കുകന്റെ അനുമിതിവാദം.
പിന്നെ ഏതാണ്? അഭിവ്യക്തിവാദം അഭിനവ ഗുപ്തന്റേതാണ്. ഭുക്തിവാദം ഭട്ടനായകൻ. ഭുക്തിവാദം ആരുടേതാണ്? ഭട്ടനായകൻ. വെരി ഗുഡ്. അല്ല, വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് കൂടെ ഉള്ളത്. അടിപൊളിയായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഈ ഉത്തരം പറയുന്നത് ഒരു തരത്തിലുള്ള റിവിഷൻ ആണേ. ഇപ്പൊ നിങ്ങൾ ഇത് ഉത്തരം പറയാൻ നോക്കൂ, യൂട്യൂബിൽ വേറെ വരും, അപ്പോൾ കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ വെപ്രാളം പിടിച്ച് എഴുതി തലയിൽ കയറില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഉൽപ്പത്തിവാദം ഭട്ടലൊല്ലടൻ, അനുമതിവാദം ശ്രീശങ്കുകൻ, ഭുക്തിവാദം ഭട്ടനായകൻ, അഭിവ്യക്തിവാദം അഭിനവഗുപ്തൻ. സഹൃദയം രസം ആസ്വാദിക്കുന്നതിനെ കുറിച്ച് ഭട്ടനായകന്റെ വാദം. ഭട്ടനായകന്റെ വാദം ഏതാണ്? ഭുക്തിവാദമാണ്. ഉൽപ്പത്തിവാദം ഭട്ടലൊല്ലടൻ, അനുമതിവാദം ശങ്കുകൻ, അനുവ്യവസായവാദം ഭട്ടദൗതൻ. അതുകൂടി നോക്കി വെച്ചോ. അഭിവ്യക്തിവാദം അഭിനവഗുപ്തൻ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, 69ാമത്തെ ചോദ്യം. ശബ്ദാർത്ഥ സഹിതവും കാവ്യം ആരുടേതാണ്? സിമ്പിൾ ചോദ്യമല്ലേ? ശബ്ദാർത്ഥ സഹിതവും കാവ്യം ആരുടേതാണ്? ഭാമഹന്റേതാണ്. ശബ്ദാർത്ഥ സഹിതവും കാവ്യം ഭാമഹന്റേതാണ്. ഇനി ദ പ്രിഫേഴ്സ് ടു ദി പോയംസ്. പാശ്ചാത്യ സാഹിത്യ കൃതിയിലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? കൃതികളുടെ പേരാണ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ടും എന്ത് പഠിച്ചു വെക്കണം? കൃതികളുടെ പേര് പഠിച്ചു വെക്കണം. ഒരു കോംപ്രമൈസും ആ കാര്യത്തിലില്ല കേട്ടോ മക്കളെ. കൃതികളുടെ പേര് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കൃതികളുടെ പേര്. ദി പ്രിഫേഴ്സ് ടു ദി പോയിംസ് ആരുടേതാണ്? പ്രിഫേഴ്സ് ടു ദി പോയിംസ് ആരുടേതാണ്? പ്രിഫേഴ്സ് ടു ദി പോയിംസ് മാത്യു അർണോൾഡിന്റേതാണ്. മാത്യു അർണോൾഡിന്റേതാണ്. പ്ലാറ്റോയുടെ കൃതികൾ ഏതൊക്കെയാണ്? പ്ലാറ്റോയുടെ കൃതികള് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ടല്ല, മീൻസ് കഴിയുന്നില്ല സ്കിപ്പ് ചെയ്യാൻ. റിപ്പബ്ലിക്, സിംബോസിയം, ഇയോൺ, അപ്പോളജി, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയവ പ്ലാറ്റോയുടേതാണ്. പ്ലാറ്റോയുടെ ആശയവാദം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാറ്റോണിക് തഥ്യവാദം എന്ന പേരിലാണ് പ്ലാറ്റോയുടെ ആശയങ്ങൾ അറിയപ്പെടുന്നത്. പ്ലാറ്റോണിക് തഥ്യവാദം അല്ലെ? പ്ലാറ്റോണിക് തഥ്യവാദം. ഇനി അരിസ്റ്റോട്ടിലെ ലൈസിയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിലാണ്. ലൈസിയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിലാണ്. പ്ലാറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരെന്താണ്? പ്ലാറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരെന്താണ്? പ്ലാറ്റോ അക്കാദമി. അരിസ്റ്റോട്ടിലിന്റെ ലൈസിയം, പ്ലാറ്റോയുടെ അക്കാദമി. ഇനി കഥാർസിസ് എന്നുള്ള പദം അരിസ്റ്റോട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ദുരന്ത നാടക നിർവചനത്തിൽ കഥാർസിസ് എന്നുള്ള പദം ഹിപ്പോക്രാറ്റസിന്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ്. ഓക്കെ. അരിസ്റ്റോട്ടിൽ പറയുന്ന ഐക്യത്രയം ഏതൊക്കെയാണ്? ഐക്യത്രയം സ്ഥലം, കാലം, ക്രിയ എന്നിവയാണ് ഐക്യത്രയങ്ങൾ. സ്ഥലം, കാലം, ക്രിയ എന്നിവയാണ് ഐക്യത്രയങ്ങൾ. ട്രാജഡിയുടെ 6 ഘടകങ്ങൾ ഏതൊക്കെയാ? ട്രാജഡിയുടെ 6 ഘടകങ്ങള്: ഇതിവൃത്തം, കഥാപാത്രങ്ങൾ, ചിന്ത. ഇതിവൃത്തം, കഥാപാത്രങ്ങൾ, ചിന്ത, പദവിന്യാസം അഥവാ ശബ്ദഘടന. പിന്നെ അടുത്തത് എന്താണ്? ഗാനമാധുരി അഥവാ സ്വരമാധുരി. ദൃശ്യ സംവിധാനം. വെരി ഗുഡ്. ദൃശ്യ സംവിധാനം. ഇതാണ് ട്രാജഡിയുടെ 6 ഘടകങ്ങൾ. ലോങ്കിനസിന്റെ ഉദാത്തതാവാദം. ലോങ്കിനസിന്റെ പ്രധാന കൃതി ഏതാ? ഉദാത്തതാവാദം. കൃതി ഏതാ? എസ്സേ ഓൺ ദി സബ്ലൈം. വെരി ഗുഡ്. എസ്സേ ഓൺ ദി സബ്ലൈം ആണ് ഉദാത്തത. വില്യം വേർഡ്സ്വർത്ത്, the spontaneous overflow of powerful feelings from the emotions recollected in the transitivity. ഏതാണ്? ലിറിക്കൽ ബാലൻസ്. വില്യം വേർഡ്സ്വർത്ത്. കവിതയ്ക്ക് നല്ലത് എന്ത് ഭാഷയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്? കവിതയ്ക്ക് നല്ലത് സാധാരണക്കാരുടെ ഭാഷയാണ്, ഗ്രാമീണ ഭാഷയാകണം. വെരി ഗുഡ്. ഗ്രാമീണ ഭാഷയാകണം. കവിതയുടെ ഭാഷ സാധാരണക്കാരുടേതാകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഓക്കെ അല്ലേ? ഇനി കോൾറിഡ്ജ്, അവിശ്വാസത്തിന്റെ അവധിയെടുക്കൽ എന്നുള്ള കൃതി. ബയോഗ്രഫിയ ലിറ്ററേറിയ ആരുടേതാണ്? കോൾറിഡ്ജിന്റേതാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ. ഇനി ലിയോ ടോൾസ്റ്റോയ്. ഇവിടെ ടോൾസ്റ്റോയ് എന്നുള്ള പേര് കിടക്കുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയ്, വാട്ട് ഈസ് ആർട്ട്. ലിയോ ടോൾസ്റ്റോയുടേതാണ് വാട്ട് ഈസ് ആർട്ട്. അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, വാട്ട് ഈസ് ആർട്ട്. ബെനഡിക്റ്റോ ക്രോച്ചയുടെ പ്രധാനപ്പെട്ട കൃതി അന്ന കരീന കൃതികളൊക്കെ ഉണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ബെനഡിക്റ്റോ ക്രോച്ചയുടെ കൃതി എസ്തെറ്റിക്സ്. യെസ്. അന്തർജ്ഞാനം എന്നുള്ള സിദ്ധാന്തം. അതുപോലെ രൂപചോദന സംയോഗവാദം ആരുടേതാണ്? ബെനഡിക്റ്റോ ക്രോച്ചയുടേതാണ്.
മാത്യു അർണോൾഡ്, നമ്മളിപ്പോ പറഞ്ഞു മാത്യു അർണോൾഡ് പ്രിഫേഴ്സ് ടു ദി പോയംസ് 1853 ഇറങ്ങിയ കൃതി. ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ, എസ്സേസ് ഇൻ ക്രിറ്റിസിസം, ആരുടേതാണ്? മാത്യു അർണോൾഡ്. മാത്യു അർണോൾഡിന്റെ പ്രധാനപ്പെട്ട കൃതി വാദം അവിടെ ഹരിത ടീച്ചർ ഓൾറെഡി പറഞ്ഞു. വികക്ഷോഭലവാദം, ടച്ച് സ്റ്റോൺ മെത്തേഡ്, ഉരകൽ സിദ്ധാന്തം. യെസ്, അതായത് ഷേക്സ്പിയറിന്റെയും ദാന്തയുടെയും മിൽട്ടന്റെയും ഹോമറിന്റെയും കവിതകള്, അതിലെ മഹത്തായ വരികള് പിൻകാല രചനകളുടെ മൂല്യനിർണ്ണയത്തിന് കാരണമായി തീരുന്നു എന്ന് പറയുന്നതാണ് വികക്ഷോഭലവാദം അഥവാ ടച്ച് സ്റ്റോൺ മെത്തേഡ്. T.S. Eliot, the use of poetry and the use of criticism, selected essays to criticize and critic on the poetry and the poets. ഇതൊക്കെ ആരുടേതാണ്? T.S. Eliot. പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ടല്ലോ T.S. Eliotന്റെ വേസ്റ്റ് ലാൻഡ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരൊക്കെയാ? C.V. കുഞ്ഞിരാമനും അയ്യപ്പ പണിക്കരുമാണ് വേസ്റ്റ് ലാൻഡ് തരിശുഭൂമി എന്ന പേരിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി I.A. റിച്ചാർഡ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആരുടേതാണ്? I.A. റിച്ചാർഡ്സിന്റേതാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഓക്കെ അല്ലേ? യെസ്. ലോകത്തെ എല്ലാ കഥകളിലും കാണുന്ന സമാനമായ ജീവിതാവബോധത്തെ യുങ് എന്താ വിളിക്കുന്നത്? യുങ്. മനഃശാസ്ത്ര നിരൂപണത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. കാൾ ഗുസ്താഫ് യുങ് വിശകലന മനഃശാസ്ത്രത്തിന്റെ അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവാണ്. അഹം, വൈയക്തിക ബോധം, സഞ്ചിത ബോധം എന്നിവയെ പറഞ്ഞു. ആദിരൂപാധിഷ്ഠിത നിരൂപണം, ആദിരൂപാധിഷ്ഠിത നിരൂപണം ആരുടേതാണ്? യെസ്, ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹം അതിനെ എന്താ വിളിച്ചേ? ആർക്കിടൈപ്പ് എന്നാണ് വിളിച്ചത്. ആർക്കിടൈപ്പ്. യെസ്. അലങ്കാരത്തിൽ നിന്ന് വേറൊരു ചോദ്യം. ശബ്ദാലങ്കാരമല്ലാത്തവ. അലങ്കാരത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ശബ്ദാലങ്കാരമല്ലാത്തവ പറഞ്ഞേ. അലങ്കാര ശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം എന്നിങ്ങനെ 2 വിധത്തിൽ സംഭവം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിലെ ശബ്ദാലങ്കാരത്തിൽ പെടാത്തവ അനുപ്രാസം, യമകം, ഉല്ലേഖം, ദീപകം, ദൃഷ്ടാന്തം. നമുക്കറിയാം ശബ്ദാലങ്കാരങ്ങളും ഉണ്ട്, അർത്ഥാലങ്കാരങ്ങളും ഉണ്ട് ഇല്ലേ? അർത്ഥാലങ്കാരങ്ങളിലാണ് അതിശയോക്തി, സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി എന്നിവ വരുന്നത്. ഓർത്താൽ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ 4 താനിക സാധനം എന്നാണ് പറയുന്നത്. അതിലെ അതിശയോക്തിയിൽ ഏതൊക്കെ വരുന്നു? രൂപകാതിശയോക്തി, ഉല്ലേഖം, വിരോധാഭാസം. ഉല്ലേഖം ഏതിലാണ് വരുന്നത്? അതിശയോക്തി അലങ്കാരങ്ങളാണ്. അതിശയോക്തി അലങ്കാരങ്ങളിലാണ് വരുന്നത്. അത് അർത്ഥാലങ്കാരമാണ് അല്ലെ? അർത്ഥാലങ്കാരമാണ് ഉല്ലേഖം. ഓക്കെ ആണോ? യെസ്. ഇനി പിന്നെ സാമ്യോക്തി അലങ്കാരങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഉപമ വരുന്നുണ്ട്, ഉൽപ്രേക്ഷ വരുന്നുണ്ട്, രൂപകം വരുന്നുണ്ട്, പ്രദീപം വരുന്നുണ്ട്, ദൃഷ്ടാന്തം വരുന്നുണ്ട്. ഇതും എന്താണ്? അർത്ഥാലങ്കാരമാണ്. അർത്ഥാലങ്കാരങ്ങളിൽ ഏതാണ്? സാമ്യോക്തി അലങ്കാരമാണ്. ഉപമ, ഉൽപ്രേക്ഷ, രൂപകം, പ്രദീപം, ദൃഷ്ടാന്തം, ദീപകം, അപ്രസ്തുത പ്രശംസ, സ്മൃതിമാൻ, ഭ്രാന്തിമാൻ, സസന്ദേഹം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ദീപകം വരുന്നുണ്ട്. ദീപകം ഏതാണ്? അർത്ഥാലങ്കാരമാണ്, സാമ്യോക്തി അലങ്കാരമാണ്. അപ്പൊ അർത്ഥാലങ്കാരം ഇവ 3 കിട്ടി. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശബ്ദാലങ്കാരമല്ലാത്തവ എന്നാണ് ചോദിച്ചത്. ശബ്ദാലങ്കാരങ്ങൾ ഏതൊക്കെയാ? അനുപ്രാസവും യമകവുമാണ്. അപ്പൊ ശബ്ദാലങ്കാരങ്ങൾ അല്ലാത്തത് ഏതൊക്കെയാണ്? CDE ആണ്. ഇവയെല്ലാം എന്താണ്? അർത്ഥാലങ്കാരങ്ങളാണ്. അപ്പൊ ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഞാൻ ഒരു വരി പറയാം, അത് ഏത് അലങ്കാരമാണ് എന്ന് പറയണം. കീർത്തി ശത്രുക്കളോടൊത്തു കടന്നു പല ദിക്കുകളിൽ. 2 വസ്തുക്കളും ഒരേ ക്രിയ ചെയ്യുന്നതിനാൽ ഒന്ന് മറ്റൊന്നിനെ കൂടി ആ ക്രിയ നടത്തുന്നു എന്ന് പറയുന്നത് ഏതാണ്? സഹോക്തിയാണ്. സഹോക്തി. നിൻമുഖം ചന്ദ്രനെ വെന്നു പത്മത്തിൻ കഥ എന്തുവാൻ? അത്താപത്തി. ഇതോ പിന്നെ ചൊല്ലാൻ എന്നുള്ള യുക്തിയാം. അത്താപത്തിയാണ്. കന്ദർപ്പാനി കളിക്കേണ്ട മന്ദജാൻ ശിവഭക്തനാം. ഏതാണ്?
കന്ദർപ്പ നീ കളിക്കേണ്ട മന്ദ ഞാൻ ശിവഭക്തനാം, കാലാരി സേവ ചെയ്യോർക്കു കാലനെ കൂസലെന്തിനെ. ഏതാണ് അലങ്കാരം? കാവ്യലിംഗമാണ്. കാവ്യലിംഗം പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കുറെ ചോദ്യങ്ങൾ വന്നതാ. അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ മാരത്തണിൽ ഞാൻ പറയും കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കേണ്ട ഒരു ചോദ്യം വരാറുള്ളൂ എന്ന്. ഇനി ഞാനത് പറയില്ല, കാരണം റിപ്പീറ്റേഷൻ ഉണ്ട്. അടുത്തത് അനൗചത്യാദേ നാണ്യത് രസഭംഗസ്യ കാരണം. ഇത് ആരുടേതാണ്? ഇത് റയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭരതന്റേതാണ്. നോക്കൂ, ഇവിടെ രസഭംഗസ്യ കാരണം, രസ പദ്ധതി ആരുടേതാണ്? ഭരതമുനിയുടേതാണ്. ഇത് ആരുടേതാണ്? ഭരതന്റേതാണ്. ഭരതന്റേതാണ്. ഭരതൻ. ആരും തെറ്റിക്കേണ്ട, അത് ഭരതമുനിയുടേതാണ്. മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. ഇനി നമ്മൾ അതിൽ നിന്നൊക്കെ കടന്നു 10ാമത്തെ യൂണിറ്റിലേക്ക്. പാശ്ചാത്യം പറഞ്ഞു, പൗരസ്ത്യം പറഞ്ഞു, അലങ്കാരങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്? വൃത്തമടക്കം പറഞ്ഞു. ഇനി നമ്മൾ 10ാമത്തെ അവസാനത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ നിർബന്ധമായിട്ട് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും അവയുടെ വർഷവും പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങള്, അവയുടെ വർഷങ്ങൾ പഠിച്ചു വെക്കണം. അതായത് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ. അത് പ്രധാനപ്പെട്ട നവോത്ഥാന സ്ഥാപനങ്ങളും അവയുടെ പ്രസിദ്ധീകരണ വർഷവും പഠിച്ചു വെക്കണം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, ഞാനിവിടെ ഉൾപ്പെടുത്താത്തതാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വന്നത്. ഓക്കെ അല്ലേ? അധികം ആരും പറയാത്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കി പോകാം. കുഞ്ചൻ സ്മാരകം, ആശാൻ സ്മാരകം, സഹോദരൻ അയ്യപ്പൻ സ്മാരകം, ഉണ്ണായി വാര്യർ സ്മാരകം. ഇതാണ് നമ്മുടെ ചോദ്യം. അധികം ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുഞ്ചൻ സ്മാരകം അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആശാൻ സ്മാരകം നമുക്ക് എല്ലാവർക്കും അറിയാം, തോന്നയ്ക്കലിലാണ് ആശാൻ സ്മാരകം. സഹോദരൻ അയ്യപ്പൻ എവിടെയാണ്? ചെറായിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ? സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായിലാണ് സ്ഥിതി ചെയ്യുന്നത്, എറണാകുളത്ത്. ഉണ്ണായി വാര്യർ സ്മാരകം എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ A4, B3, C2, D1. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തതിലേക്ക് പോകാം. പ്രധാനപ്പെട്ട അതായത് നമ്മളിവിടെ നോക്കേണ്ടത് ഇത് പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. ആ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മുഖമാസികകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പറഞ്ഞോളൂ. വിജ്ഞാന കൈരളി, ഗ്രന്ഥാലോകം, പൊലി, സാഹിത്യലോകം. വിജ്ഞാന കൈരളി ആരുടേതാണ്? വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ്. വിജ്ഞാന കൈരളി എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. വിജ്ഞാന കൈരളി ആരുടേതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ് വിജ്ഞാന കൈരളി. ആരുടേതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് പ്രധാനപ്പെട്ട അക്കാദമികൾ, സർക്കാർ അക്കാദമികളും അതിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, വിജ്ഞാന കൈരളി ആരുടേതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ട വർഷം 1968. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? NV കൃഷ്ണവാര്യരാണ്. അതിന്റെ മാസികയാണ് വിജ്ഞാന കൈരളി. അടുത്തത് ഗ്രന്ഥാലോകമാണ്. ഗ്രന്ഥാലോകം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റേതാണ്. ഗ്രന്ഥാലോകം അല്ലെ? കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റേതാണ് ഗ്രന്ഥാലോകം. ഗ്രന്ഥാലോകം. ഇനി പൊലി ഏതിൻ്റെതാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ്. 1995 കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂരിലെ ചിറക്കലാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? ആദ്യത്തെ പ്രസിഡന്റും സ്ഥാപക ചെയർമാനും G. ഭാർഗവൻ പിള്ളയാണ്. നമ്മുടെ മതിലേരിക്കന്നിയും പൊറോട്ട് നാടകവും കാക്കരശ്ശി നാടകം എഴുതിയിട്ടുള്ള ആളില്ലേ? കാട്ടരങ്ങ് എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള G. ഭാർഗവൻ പിള്ള, അദ്ദേഹമാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ സ്ഥാപക ചെയർമാൻ. ദെൻ സാഹിത്യലോകം ആരുടേതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1956 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമാകുന്നത്. മലയാണ്മയുടെ സ്വർഗ കവാടം എന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ്. മലയാണ്മയുടെ സ്വർഗ കവാടം.
ഓക്കെ അല്ലെ? സർദാർ KM പണിക്കരായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ഇല്ല. പ്രസിഡന്റിനെ തീരുമാനം എടുത്തിട്ടില്ല ആരാണ് പ്രസിഡന്റ് എന്നുള്ളത്. ഇപ്പൊ മിനി ചേച്ചിക്കാണ് അവിടെ ഡ്യൂട്ടി. ഓക്കെ, നിലവിലെ ഈ വീഡിയോ ചെയ്യുന്നത് 7/6/2026 നിലവിലെ കേരള സാഹിത്യ അക്കാദമിക്ക് പ്രസിഡന്റ് ഇല്ല. ഓക്കെ, സച്ചിദാനന്ദ മാഷ് രാജിവെച്ചല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട അക്കാദമികളും കാര്യങ്ങളും അവയുടെ മാസികകളും പഠിച്ചു വെക്കുക. A4 B3 C1 D2 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 76ാമത്തെ ചോദ്യം. 76ാമത്തെ ചോദ്യം. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഒരു ഡൗട്ടും വേണ്ട, ചോദ്യം വരാം. എന്താണ് പ്രഖ്യാപിച്ചത്? ഇതിന്റെ ഉത്തരം പറഞ്ഞേ. അതിദാരിദ്ര്യ വിമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചതല്ല. പിള്ളേരെ ചോദ്യം കാണുന്നില്ലേ നിങ്ങൾക്ക്? റേഞ്ചൊന്നും പോയിട്ടില്ലല്ലോ. ആരും ഉത്തരം പറയട്ടെ. 2025 നവംബർ 1, മാർച്ച് 31, ഒക്ടോബർ 2, ജനുവരി 1. ഒരാളെങ്കിലും ഉത്തരം പറഞ്ഞല്ലോ. 2025 നവംബർ 1. 2025 നവംബർ 1. ഓപ്ഷൻ A ആണ്. ചോദ്യം വരാം. ഞാൻ നേരത്തെ കൺഫ്യൂഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്തിട്ടതാണ്. 77. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചതാരാ? കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ഇമ്മാനുവൽ കോട്ട, സെന്റ് തോമസ് കോട്ട. അത് കേട്ടാൽ തന്നെ നമുക്ക് പേര് കിട്ടണം. പ്രധാനപ്പെട്ട കോട്ടയും സ്ഥാപിച്ചത് മീൻസ് ആരാണ് എന്നുള്ളത് നോക്കണം. പോർച്ചുഗീസുകാരാണ്. ഡച്ചുകാരുടെ ബോൾഗാട്ടി പാലസ് അല്ലേ? ശ്രദ്ധിക്കുക, പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. പോർച്ചുഗീസുകാരാണ് പ്രധാനപ്പെട്ട കോട്ട സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? പോർച്ചുഗീസുകാർ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെ? 1948 പാലിയം സത്യാഗ്രഹം. 47-48 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. മേൽമുണ്ട് സമരമാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം 1930-31 നടക്കുന്നത് അല്ലെ? യെസ്. ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷം ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷം 1936 നവംബർ 12. 1936 നവംബർ 12. ആരത് ടീച്ചറെ? നവംബർ 12. ഓക്കെ അല്ലെ? ചാന്നാർ ലഹളയുടെ വർഷം 1800. മേൽമുണ്ട് സമരം, മുലമാറാപ്പ് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ചാന്നാർ ലഹളയുടെ വർഷം 1859. പഠിച്ചു വെക്കണം. പാലിയം സത്യാഗ്രഹം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ്. വഴി നടത്തിപ്പിന് വേണ്ടി നടന്നിട്ടുള്ളതാണ് പാലിയം സത്യാഗ്രഹം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ അല്ലേ? 79ാമത്തെ ചോദ്യം. ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? തിരുവിതാംകൂറിലെ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചതും സ്വാതി തിരുനാൾ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പണ്ടുകാലത്ത് തിരുനാവായ യോഗക്കാരും തൃശൂർ യോഗക്കാരും പല ദിവസം നീണ്ടു നിൽക്കുന്ന ഋഗ്വേദ പരീക്ഷ നടത്തി വേദവർണ്ണത്തിനെ മാറ്റുരച്ചിരുന്നു. ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പലരും തെറ്റിക്കുന്നതുമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പലരും പക്ഷെ തെറ്റിക്കുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നവരുണ്ട്. അതാണ് ഏറ്റവും ടെസ്റ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ. ഇതിന്റെ ഉത്തരം കടവല്ലൂർ അന്യോന്യമാണ്. ഓപ്ഷൻ ബി പറഞ്ഞവരുണ്ടോ? പണ്ടുകാലത്ത് തിരുനാവായ യോഗക്കാരും തൃശൂർ യോഗക്കാരും പല ദിവസം നീണ്ടു നിൽക്കുന്ന ഋഗ്വേദ പരീക്ഷ നടത്തി വേദപഠനത്തിനെ മാറ്റുരച്ചിരുന്നു. ഇതറിയപ്പെട്ടിരുന്നത് കടവല്ലൂർ അന്യോന്യം എന്ന പേരിലാണ്. കടവല്ലൂർ അന്യോന്യം. എന്താണ് രേവതി പട്ടത്താനം? 14ാം ശതകത്തിലെ രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് രേവതി പട്ടത്താനം. കോഴിക്കോട് തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് രേവതി പട്ടത്താനം നടത്തുന്നത്. ഇത് തന്നെയാണ് തളിയിൽ താനം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇത് തന്നെയാണ് തളിയിൽ താനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തളിയിൽ താനം തളി ക്ഷേത്രത്തിൽ നടക്കുന്നു, കോഴിക്കോടാണ് നടക്കുന്നത്. ഇത് വാദപ്രതിവാദങ്ങളാണ്. അതിൽ ജയിക്കുന്ന ആളുകൾക്ക് ഭട്ടർ സ്ഥാനം നൽകുന്നു. അതാണ് ഇത് രേവതി പട്ടത്താനം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്കൊക്കെ ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മീമാംസയും വേദാന്തവും വ്യാകരണവും ഒക്കെ ചർച്ചയ്ക്ക് വിധേയമാകും. ഓക്കെ അല്ലേ? അതാണ് രേവതി പട്ടത്താനം. നമ്മുടെ തുലാമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര നാൾ വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പണ്ഡിത സഭയാണ് രേവതി പട്ടത്താനം. ഓക്കെ അല്ലേ? കടവല്ലൂർ അന്യാനം തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂരിലാണ് നടക്കുന്നത്. ഏത്? കടവല്ലൂർ അന്യാനം. തിരുനാവായ യോഗക്കാരും തൃശ്ശൂർ യോഗക്കാരും പല ദിവസം നീണ്ടു നിൽക്കുന്ന ഋഗ്വേദ പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ? 1.5 മണിക്കൂർ എടുത്തിട്ട് 15 ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തു. ധാരാളം ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു മാരത്തൺ സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. 2026 ജൂൺ 23 തീയതിയാണ് നെറ്റ് പരീക്ഷ നടക്കുന്നത്. അധികം ടെൻഷൻ ഒന്നും ഇല്ലാതെ സമാധാനത്തിൽ പോയിട്ട് പരീക്ഷ എഴുതുക. JRFോട് കൂടിയിട്ട് വിജയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പരീക്ഷയുടെ തലേ ദിവസവും രാവിലെയൊക്കെ കുത്തിയിരുന്ന് ധാരാളം സമയം പഠിച്ചിട്ട് പരീക്ഷ ആരും കൊളാക്കി വെക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് I+ന്റെ ലളിതം മലയാളം മാരത്തൺ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. Thank you so much, learners. Wish you all the best. Goodbye.